ജോയിൻ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ 50 ആളുകളെയാണ് ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ കുറച്ചുകൂടി ആളുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നമുക്ക് അവർക്ക് ടൈം കൊടുക്കാം. ഓക്കെ, നിലവിൽ UAE എത്ര ആളുകളുണ്ട്? ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്തേ. എനിവൺ ഫ്രം UAE? UAE ആളുകൾ ഒന്ന് എസ് ടൈപ്പ് ചെയ്തേ, നോക്കട്ടെ. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, UAE നിന്ന് ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, റൈറ്റ്. ഓക്കെ, എന്റെ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? മലപ്പുറം ജില്ലക്കാരെങ്കിലും ഉണ്ടോ? മലപ്പുറം ജില്ലക്കാരെയുള്ള ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ. മലപ്പുറം ജില്ലക്കാരെയുള്ള വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. മലപ്പുറം ജില്ലക്കാരെയുള്ള ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ സെഷനിൽ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്കുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ബേസ് ആയിട്ട് ചോദിക്കാം. എന്താണ് ടാക്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? അതിലേക്ക് വല്ലാണെങ്കിൽ UAE ടാക്സിലേക്ക്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആരെങ്കിലും ഒരാൾ ടാക്സ് എന്താന്ന് പറഞ്ഞേ. ഹലോ, ടാക്സ് എന്താന്ന് പറഞ്ഞേ ആരെങ്കിലും ഒരാള്. ഒരു ഇന്ററാക്ഷൻ മോഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മസിൽ പിടിച്ചിരിക്കണ്ടേ. എന്താണ് ടാക്സ്? റവന്യൂ ടു ദി ഗവൺമെന്റ്. റവന്യൂ പറഞ്ഞോളി, കറക്റ്റാ. റവന്യൂ ടു ദ ഗവൺമെന്റ്. എക്സാക്ട്ലി. വേറെ ആർക്കെങ്കിലും മറ്റു രീതിയിൽ ഇത് പറയാൻ പറ്റുമോ? കമ്പൽസറി ബർഡൻ ടു ഗവൺമെന്റ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്കായി ജനങ്ങളിൽ നിന്നും നിർബന്ധം. കറക്റ്റ് ഷാനവാസ്ക. മൂസിൻ എന്താ പറഞ്ഞേ? നമ്മളുടെ പ്രോഡക്റ്റും സർവീസും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് കൊടുക്കുന്ന റവന്യൂ. അതെ, നമ്മൾ പ്രൊഡക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗവൺമെന്റ് നമ്മളിടുന്ന് കൊണ്ടുപോകുന്ന പൈസ അല്ലേ, ഇതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയാം. അപ്പൊ ഇത് കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതൊക്കെ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും യൂട്യൂബിനകത്ത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ. ഇന്ന് നമ്മൾ വാറ്റിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ആക്ച്വലി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പേഴ്സണലി ഒരുപാട് ആളുകൾ നമുക്ക് ആ രജിസ്ട്രേഷന്റെ കേസുകൾ ഒന്ന് പറഞ്ഞു തരും. രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ലൈവായിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കുറച്ച് രജിസ്ട്രേഷന്റെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യും. എങ്ങനെയാണ് UAE വാറ്റിനകത്ത് കയറിയിട്ട് സൈറ്റിനകത്ത് കയറിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാം. അപ്പൊ മിക്കവാറും ആളുകൾ കൺസൾട്ടിങ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. കൺസൾട്ടിങ് മേഖലയിൽ പോയിട്ട് വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൺസൾട്ടിങ് അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് ഇരിക്കാം. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകൾ കുറച്ച് നേരം ഒന്ന് കയറി നോക്കാം. അത്തരം മൈൻഡ് സെറ്റിലുള്ള ആളുകൾക്ക് ഇപ്പം തന്നെ പോകട്ടോ. കാരണം നിങ്ങൾക്ക് കളി കാണുന്നതോ മറ്റെന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇത് ഈ സാരക്കൊക്കെ ഉള്ളത് പറയാം. ഒന്ന്, കൺസൾട്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ദുബായിൽ കൺസൾട്ടേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൺസൾട്ടേഷൻ. ഞാനിപ്പോ ദുബായിലെ വർക്കുകൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. ദുബായിൽ ഒരു 10-12 ക്ലയൻസ് ഉണ്ട്. അവരുടെ വർക്കുകൾ ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്തരം സാധ്യതകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മുഴുവനായിട്ടും ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനോ അതിനുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരമാവധി ഞാൻ എന്ത് ചെയ്യാം, കഴിയുന്ന രീതിയിൽ പോകാം. ഒന്നും പകുതിക്ക് വെച്ച് നിർത്തത്തില്ല. പോകുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് സ്ലോയിൽ അങ്ങനെ പോകും. അങ്ങനെ പോയാൽ പറയാം. ഓടിക്കണ്ടല്ലോ. ഹലോ, ഓടിക്കണോ? വണ്ടി 80-ൽ സ്ലോയിൽ പോയാൽ മതിയോ? ഓക്കെ, ഗ്രേറ്റ്. വില പോലെ ഫാസ്റ്റ് വേണ്ട. മീഡിയം ഫാസ്റ്റ്. മീഡിയം ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ നോക്കട്ടെ. അതിനുശേഷം അങ്ങനെ പോവാം. ആരൊക്കെയാണ് UAE ടാക്സ് എടുക്കാൻ ബാധ്യതയുള്ള ആളുകൾ, നിർബന്ധമായിട്ടും എടുക്കേണ്ട കേസുകൾ? ഇപ്പൊ GST കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 23 കമ്പൾസറി രജിസ്ട്രേഷൻ, അതായത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ, റിവേഴ്സ് ചാർജ് മെക്കാനിസം, CTP, NRTP, OTT പ്ലാറ്റ്ഫോമുകൾ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് GST പറയുന്നുണ്ട് സെക്ഷൻ വൈസിട്ട്. അതേപോലെ UAE വാറ്റിൽ മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആരാണെന്ന് അറിയോ? നോട്ട്സ് ചെയ്ത് പോയിക്കോളിട്ടോ, അറിയാത്ത ആളുകൾ ആരെങ്കിലും പറയുമ്പോഴൊക്കെ. ആരാണ് UAE വാറ്റ് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ഉദാഹരണം, നിങ്ങൾ UAE പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ UAE പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം.
രണ്ട് രീതിയിലുള്ള നാച്ചുറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒന്ന് നാച്ചുറൽ പേഴ്സൺ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ ആയിട്ട് മാറാം. നാച്ചുറൽ പേഴ്സൺ വിത്തൗട്ട് എനി രജിസ്ട്രേഷൻ കാര്യങ്ങളും ഇല്ലാതെ. ഇതൊരു പബ്ലിക് സെമിനാർ ആയതുകൊണ്ട് പബ്ലിക് ആയിട്ടായിരിക്കും പറയാം. ഇതിന്റെ ഉള്ളിലൊക്കെ ഇൻഡെപ്തിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത്ര ഉള്ളിലേക്ക് കയറി പറഞ്ഞു കഴിഞ്ഞാൽ വെബിനാറോ സമയം ഒരുപാട് നീണ്ടുപോകും. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇത് പിന്നീട് റെഫർ ചെയ്യാം. രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഉണ്ടാവുക. ഒന്ന് നാച്ചുറൽ പേഴ്സൺ, മറ്റൊന്ന് ലീഗൽ പേഴ്സൺ. എന്താ നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പറഞ്ഞോളൂ. ഇന്ററാക്റ്റീവ് മോഡിലേക്ക് വന്നോട്ടെ, ഞാൻ മാത്രം സംസാരിക്കണം. എന്താ നാച്ചുറൽ പേഴ്സൺ? റിയൽ പേഴ്സൺ. ക്ലിയർ ആയില്ല? റിയൽ പേഴ്സൺ, യഥാർത്ഥത്തിലുള്ള വ്യക്തികൾ. യഥാർത്ഥ പേഴ്സൺ അങ്ങനെ പറഞ്ഞാൽ ഗ്രേറ്റ്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നാച്ചുറൽ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ പറഞ്ഞോട്ടെ, തെറ്റിക്കോട്ടെ, എന്നാലും ഒരു പറയാൻ ഒരു ശ്രമം നടത്തിക്കോളൂ. എന്താണ് നാച്ചുറൽ പേഴ്സൺ? സാധാരണക്കാര്. സാധാരണക്കാര്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഇനി വേറെന്താ? സാധാരണ ഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നവരാണോ? ക്ലിയർ ആയില്ല? ഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നവരാണോ? ഡയറക്റ്റ് ടാക്സ് അടക്കുന്ന ആളുകൾ അങ്ങനെ പറയാം, പക്ഷെ അതൊന്നല്ല. പിന്നെ സ്വദേശികൾ. സ്വദേശികൾ അല്ല. നമുക്ക് നാച്ചുറൽ പേഴ്സൺ എംപ്ലോയി, ഇൻഡിവിജ്വൽ റൈറ്റ്. ആ ഇൻഡിവിജ്വൽ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാൻ കഴിയും അനുവേട്ടാ? ആക്ച്വൽ ഹ്യൂമൻ ബീങ് ആണോ? ഇൻഡിവിജ്വൽ എന്ന് ആക്ച്വൽ ഹ്യൂമൻ ബീങ്. അനൂപ് സുകുമാരൻ അവരൊന്ന് പറയാമോ? ഓക്കെ, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ എൻറ്റൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ എൻറ്റൈറ്റി ആയിരിക്കില്ല, ഒരു പേഴ്സണൽ എൻറ്റൈറ്റി ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേതൊരു ലീഗൽ എൻറ്റൈറ്റി ആണ്, മറ്റേ കമ്പനി എന്നൊക്കെ പറഞ്ഞ ലീഗൽ എൻറ്റൈറ്റി ആണ്. ഓക്കെ, ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ കാര്യം പറയാം. അപ്പൊ അതുമായി നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. അതായത് ഇന്ത്യയിൽ ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു കമ്പനി രൂപീകരിച്ച് ഞാനൊരു ബിസിനസ് ചെയ്ത് എനിക്കൊരു 2 കോടി രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇന്ത്യയിൽ ഇപ്പൊ ഞാനും അനൂപായും അതേപോലെ സലാംക്കയും അഷ്റഫ്ക്കയും കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ രജിസ്ട്രേഷൻ ഒന്നും എടുക്കാതെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോർമാറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കും. 2 കോടി രൂപ കടം വന്നാൽ എന്ത് സംഭവിക്കും? എല്ലാ പാർട്ട്നേഴ്സും അവനവന്റെ വീട് വിറ്റിട്ടാണെങ്കിലും വണ്ടി വിറ്റിട്ടാണെങ്കിലും ഈ ബാധ്യത എല്ലാവരും എടുത്തോളണം. ഇതാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. ഇനി ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ആസ് എ കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു കമ്പനിയുടെ ഡെഫിനിഷൻ, കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമപ്രകാരം അനുസൃതമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇനി ഇതുമായി കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് UAE സാധനം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിയമപരമായിട്ട് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഇല്ലാതെ സ്വന്തമായിട്ട് തുടങ്ങുന്ന സംഭവത്തിനെയാണ് നമ്മൾ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ പേഴ്സൺ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇതേ സാധനം നിയമപരമായിട്ട് ഒരു ബിസിനസ്സിൽ കാര്യങ്ങളിലേക്കോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, താൽക്കാലികം പറയാട്ടോ, എൻഡെപ്തിലുള്ള ഡെഫിനിഷൻ അല്ല, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ളിലേക്ക് കടന്നാൽ ഒരുപാട് സമയം പോകുന്നുള്ളതുകൊണ്ട് പറയാം. ഉദാഹരണം, ഞാൻ അവിടെ പോകുന്നു, ദുബായിൽ പോകുന്നു, ബിസിനസ് ചെയ്യുന്നു, ആസ് യൂഷ്വൽ കാര്യങ്ങൾ നടത്തി പോകുന്നു, വലിയ പ്രശ്നമില്ല, എന്നെ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയും. ഇപ്പൊ ചില ആളുകൾ ചില സെഷനിൽ നാച്ചുറൽ പേഴ്സൺ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് എന്നൊക്കെ പറയും. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ UAE രാജാവാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നല്ല. നാച്ചുറൽ പേഴ്സൺ മേ ബി അവിടെയുള്ള ആളാകാം, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പ്രവാസികളാകാം, വേറെ ഏതെങ്കിലും രാജ്യത്ത് വരുന്ന എല്ലാവർക്കും നാച്ചുറൽ പേഴ്സണിന്റെ കാറ്റഗറിയിൽ വരാം. ലീഗൽ പേഴ്സൺ ആണെങ്കിൽ അവർ നിയമാനുസൃതമായി ഇതിന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു നിയമത്തിന്റെ പൈൻറ്റിനകത്തായിരിക്കും അവരുണ്ടാവുക എന്നുള്ളത് ചെറുതായിട്ട് മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ? ഇനി ഇവരുടെ ലിമിറ്റ്, ഇവർ എപ്പോഴാണ്? ഓക്കെ, എനിവേ, ഞാൻ അവിടെ പോകുന്നു, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ടേൺ ഓവർ വരാൻ തുടങ്ങി, ബിസിനസ്സിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്ന് മുതലാണ് ഞാൻ വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? കോർപ്പറേറ്റ് ടാക്സിന്റെ കേസ് പറയാം, വാറ്റിനകത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പറയാം. എന്ന് മുതലാണ് ഞാൻ വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ട സാഹചര്യം വരുന്നത്? ആർക്കെങ്കിലും അറിയാം? ലിമിറ്റ് ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഏതാണ് ലിമിറ്റ്? എത്ര? 3,75,000 മേലെ വരികയാണെങ്കിൽ 3,75,000 AED ടേൺ ഓവർ ഒരു വർഷം ഒരു ആള് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ മാൻഡേറ്ററി ആയിട്ട്
വാറ്റ് രജിസ്ട്രേഷൻ എടുത്തോളണം. 3,75,000 ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എടുത്തോളണം. മാത്രമല്ല ആവും എന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അവരും എടുത്തോളണം. ശ്രദ്ധിക്കണേ, ആയാൽ മാത്രമല്ല ആന്റിസിപ്പേറ്റ്, അവർ ആന്റിസിപ്പേറ്റ് ചെയ്യാണ് വരും 30 ദിവസത്തിനുള്ളിൽ, നെക്സ്റ്റ് 30 ഡേയ്സിന്റെ ഉള്ളിൽ അവർ 3,75,000 റീച്ച് ചെയ്യും എന്നുണ്ടെങ്കിൽ അവരും നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതെങ്ങനെ മനസ്സിലാവുക? നമുക്ക് ഓൾറെഡി ചെറിയ ബിസിനസ് ഉള്ളൂ, എങ്ങനെ 3,75,000 AEDയുടെ ബിസിനസ് ഉണ്ടാവും എങ്ങനെയാ മനസ്സിലാവുക? എക്സ്പെക്ട് ചെയ്യുക ബിസിനസിന്റെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പ്രോഫിറ്റ് കണക്കൂട്ടി എന്ന് പറയും. പിന്നെ ബിസിനസിന്റെ പോക്ക് കണ്ടെത്തി അങ്ങനൊന്നും ഊഹത്തിന്റെ പേരിലൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഉദാഹരണം, ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദേവൻ സാറ് എനിക്കൊരു ഓർഡർ തരികയാണ്. ഐ ഗോട്ട് എൻ ഓർഡർ, ഒരു ഓർഡർ കിട്ടി. ആ ഓർഡർ ഈ പറഞ്ഞ എമൗണ്ടിനെ ക്രോസ് ചെയ്തു. നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ, എക്സ്പെക്ട് ചെയ്യാലോ അല്ലേ? എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ. ആരും ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗൾഫിലുള്ളവർക്കുള്ള ക്ലാസ് ആണോ, നാട്ടിൽ ഉപയോഗം ഉണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ ഇരിക്കും, ഇല്ലെങ്കിൽ പോവാം. എന്തായാലും മറുപടി വരാനൂക്ക അല്ലേ? പഠനം എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാലും മാത്രം ഇരിക്കാം, അല്ലെങ്കിൽ ബെറ്റർ ടു ഗോ. ആവശ്യക്കാർക്ക് ഇരിക്കാം, ആവശ്യക്കാർ ഇരിക്കുക അല്ലെ, അല്ലാത്തവർക്ക് പോവാം. അല്ലാത്തവർക്ക് പോവാം. സമയം That's it. അപ്പം നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറിയാണ്. 3,75,000 നമ്മൾ റീച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ള എക്സ്പെക്ടേഷനിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ടും നമ്മൾ രജിസ്ട്രേഷൻ എടുത്തോളണം, നിർബന്ധമാണ്. ഓക്കെ, ഇനി വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കാം. വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? GSTയുടെ കേസിൽ പറയാം. GSTയുടെ കേസിലേക്ക് മനസ്സിലാൻ വേണ്ടി രണ്ട് കണക്ട് ചെയ്ത് പോകുന്നത്. GST സെക്ഷൻ 22 പ്രകാരം 40 ലക്ഷം രൂപയുടെ മുകളിൽ ഗുഡ്സുമായി ബന്ധപ്പെട്ട് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അയാൾ പേഴ്സൺ ലാബിൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്, അയാൾ നിർബന്ധമായിട്ടും എടുത്തോളണം. റൈറ്റ്, അയാൾ സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ 20 lakhs എത്തിയാൽ അവർ നിർബന്ധമായിട്ടും എടുത്തോളണം. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ഉണ്ട്, അതിലും സ്പെഷ്യൽ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുന്നു മാത്രം. സെക്ഷൻ 22 പ്രകാരം 40 ലക്ഷം രൂപയുടെയോ 20 lakh rupeesന്റെയോ ഗുഡ്സ് സർവീസ് ഡീലിംഗ്സ് ഉണ്ടെങ്കിൽ, ടേൺ ഓവർ ഉണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് എടുക്കണം, അല്ലാത്തവർക്ക് ബാധ്യതയില്ല. ഇനി കമ്പൾസറി രജിസ്ട്രേഷന്റെ കേസും പറയുന്നുണ്ട്. ഇത് രണ്ടു കേസുകളിലും ബാധ്യതയില്ലാതെ, നിർബന്ധമായ ഒരു സാഹചര്യവും ഇല്ലാതെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. വോളണ്ടറി രജിസ്ട്രേറ്റ് ചിലപ്പോൾ ലോൺ കിട്ടാനായിരിക്കാം, ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് കിട്ടാനായിരിക്കാം, ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ കാണിക്കാനായിരിക്കാം, ചിലപ്പോൾ നിർവാഹം ഇല്ലാതെ കസ്റ്റമർ പറയാണ് GST ഇല്ലാണ്ട് ഞങ്ങളടുത്ത് സാധനം വാങ്ങൂല എന്ന് പറയും. ഇങ്ങനെയൊക്കെ കുടുങ്ങിയ കേസുകളൊക്കെ എടുക്കുന്ന രജിസ്ട്രേഷനെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. സെറ്റ് അല്ലേ? ഇതേപോലെ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്ന കേസുകൾ UAE വോളണ്ടറി രജിസ്ട്രേഷന്റെ കേസ് അറിയാവോ? ആരെങ്കിലും പറയാവോ? വോളണ്ടറി രജിസ്ട്രേഷന്റെ കേസ് 1,87,500. റൈറ്റ്, 1,87,500 ടേൺ ഓവർ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാം. അത് മാത്രമല്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ് ആ ഒരു എമൗണ്ടിലേക്ക് റീച്ച് ചെയ്യും എന്നുണ്ട്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ എടുക്കാം. ക്ലിയർ ആയില്ലേ? 1,87,500 1,87,500 AED 1,87,500 AED. ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ UAE-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ സെഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. UAE-യുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, എന്താണ് UAE-യുടെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ആരൊക്കെയാണ് ഉള്ളത്, അവിടുത്തെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ഏതൊക്കെ എമിറാത്തികളാണ് അവിടെ ഉള്ളത്, അതിൽ ഓരോരുത്തരുടെ രാജാവ് ആരാണ്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്, അവരുടെ റോൾ എന്താണ്, അവരുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ റോൾ, ഇതൊക്കെ കഴിഞ്ഞ 2-3 സെഷനുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും വെറുതെ പറയാം, എന്താണ് UAE എന്ന് പറഞ്ഞാൽ? ഫുൾ ഫോം അറിയില്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഒരുപാട് പാവങ്ങളെ കാണുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്
ഇതിനകത്ത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യമാണ് UAE. അതിനകത്ത് ഇന്ത്യ പോലെ 10-29 സ്റ്റേറ്റുകളുണ്ട്. ഇന്ത്യയിൽ 29 സ്റ്റേറ്റ് ആണെങ്കിൽ UAE എത്ര സ്റ്റേറ്റ് ഉള്ളത്? UAE എത്ര സ്റ്റേറ്റ് ഉള്ളത്? 7 സ്റ്റേറ്റ്. അതിന് സാധാരണ രീതിയിൽ നമ്മൾ UAE-ക്കാര് എമിറേറ്റ്സ് എന്ന് പറയും. ഇവിടെ സ്റ്റേറ്റ് എന്നാണോ അവിടെ എമിറേറ്റ്സ് എന്ന് പറയും. വേറെ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. എമിറേറ്റ്സ് ഏതൊക്കെ എമിറേറ്റ്സ് ഉള്ളത് UAE-ക്കകത്ത്? ദുബായ്, അബുദാബി, ദുബായ്, ഷാർജ, ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, അജ്മാൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഫുജാറ, ഉമ്മുൽ ഖുവൈൻ, ആയോ ഫുജറ. ഫുജൈറ. ഇങ്ങനെ 7 എമിറേറ്റ്സുകളാണ് UAE എന്ന് പറഞ്ഞ രാജ്യത്തിനകത്തുള്ളത്. ആരെങ്കിലും സിമ്പിൾ ആയി ഒരാൾ പറഞ്ഞേ, ഏതെങ്കിലും ഒരാൾ ഒറ്റയടിക്കുന്ന ആരെങ്കിലും എഴുതിയെടുക്കുന്ന ആളുകൾക്ക് ചെറിയ പാവങ്ങളുണ്ട് തോന്നി. SLC +2 ഒക്കെ കഴിഞ്ഞ കുറെ ആളുകൾ കാണുന്നുണ്ട്. അതിനകത്ത് ചോദിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഇപ്പോഴും ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്താണ് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഏതോ സെഷനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഇത് സ്വാഭാവികം കേട്ടോ. നമ്മളൊക്കെ ചിന്ത അങ്ങനെ തന്നെയായിരുന്നു ചെറുപ്പത്തില്. നമ്മളാരും ദുബായ്, വലിയ ആളുകൾ ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജറ. 7 എമിറേറ്റ്സുകളാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിൽ തന്നെ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞു പോവാം. ഇതിൽ തന്നെ ഡെസിഗ്നേറ്റഡ് സോണുകളുണ്ട്, ഫ്രീ സോണുകളുണ്ട്. അത് നമ്മൾ ഒരു പുറത്തുള്ള ഒരു രാജ്യമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫ്രീ സോണുകളുണ്ട്, ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണുകളുണ്ട്. എന്താ ഫ്രീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊക്കെ അറിയോ? അല്ലെ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെ നേരിട്ട് മറ്റേലേക്ക് കടന്നാൽ മതിയോ? ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് പോവാം. പറയണോ? ഫ്രീ സോണിൽ ഡെസിഗ്നേറ്റഡ് സോണിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ കുറിച്ച് പറയണോ? അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കിറ്റ് ചെയ്ത് പോകാം. മെയിൻലാൻഡ് ടാക്സ് ബാധിക്കത്തില്ല. പറയണം എന്നാണോ പറയണ്ടെന്നാണോ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. ഡെസിഗ്നേറ്റഡ് സോൺ, ഫ്രീ സോണുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണോ? അത് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കിറ്റ് ചെയ്യാം. ഡെസിഗ്നേറ്റഡ് സോൺ ടു മെയിൻലാൻഡ്, ഡെസിഗ്നേറ്റഡ് സോൺ ടു പുറത്തുള്ള രാജ്യങ്ങളിലേക്ക്, ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സോണിലേക്ക്, ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് സെയിം ഡെസിഗ്നേറ്റഡ് സോണിലേക്ക്, ഫ്രീ സോൺ ടു ഫ്രീ സോൺ. ഇതൊക്കെ അറിയുന്നതാണെങ്കിൽ നമുക്ക് കിറ്റ് ചെയ്ത് അടുത്തേക്ക് പോവാം. സെറ്റ് പറയണം എന്നാണോ? പറയണം എന്നാണോ പറയുന്നത്? ഓക്കെ. ഒന്ന് ചെറുതായി ഡിസ്കസ് ചെയ്ത് പോകാം. നന്നായി ശ്രദ്ധിച്ചോളെ. ഓക്കെ. അപ്പം ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് UAE-ക്കകത്ത്. ഫ്രീ സോണുകൾ, ജബൽ അലി ഫ്രീ സോണുകൾ, ഷാർജ എയർപോർട്ട്, ദുബായ് എയർപോർട്ട്, ഇങ്ങനെ 50ഓളം ഫ്രീ സോണുകൾ UAE-ക്കകത്തുണ്ട്. മോർ ദാൻ നിയർ 50 ഫ്രീ സോണുകൾ. 40 മുതൽ 50 ഇടയിലുള്ള ഒരു ഫ്രീ സോൺസുകൾ ദുബായ്ക്ക്. അത് എന്തിനാണ് ഈ ഫ്രീ സോൺ ഡെവലപ്പ് ചെയ്യുന്നത്? ഇപ്പൊ UAE-യുടെ ഒക്കെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ, UAE-യുടെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്തുള്ള മുക്കുവന്മാരുടെ ഒരു കാലഘട്ടം മുതൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നതയിലും ഏറ്റവും വലിയ ലോകത്തുള്ള എല്ലാ കാഴ്ചകളിലും എത്തിയിരിക്കുന്ന UAE-യുടെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ, അവര് ഇത്തരം ഫ്രീ സോണുകളും ടാക്സ് ഫ്രീ സിസ്റ്റങ്ങളും ടാക്സ് ഇല്ലാതെ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും കടൽ വഴിയും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവര് ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ട് ആ ഒരു ചെറിയ രാജ്യം മാറിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽപ്പെട്ട അവരുടെ പുരോഗതിക്ക്, ആ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഫ്രീ സോണുകൾ എന്ന് പറയും. ഇന്ത്യയിലും സോണുകളുണ്ട്. എന്താ സോൺ എന്ന് പറഞ്ഞത്? ഇന്ത്യയുടെ സോണിന്റെ കണക്ക് പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ ബിസിനസ് നടക്കുന്നില്ല, അവിടെ ഉണങ്ങിയ ഒരു രാജ്യമായിട്ട്, ഉണങ്ങിയ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ. നിങ്ങളെ നാട്ടുപുറത്തൊക്കെ ഇല്ലേ ചില ആളുകളെ നമ്മൾ കമന്റ് ആയിട്ട് പറയും, ഇന്ന നാട്ടിൽ കാട്ടുമുക്ക് എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ടാവും. അവിടെ പ്രത്യേക ഡെവലപ്മെന്റുകൾ ഉണ്ടാവില്ല. അവിടുത്തെ ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല വിദ്യാസമ്പന്നതയുള്ള ആളുകൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉഷാറായിരിക്കും. പക്ഷെ പൊതുവെ നമ്മൾക്ക് ഇല്ലേ ആ നാട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അങ്ങനെ തോന്നുന്ന തോട്ട്സ്. അപ്പൊ അത്തരം സ്ഥലങ്ങൾ ഗവൺമെന്റുകൾ ഏറ്റെടുത്ത് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ആളുകളെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും. ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഒരു ബിസിനസ് ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു ഏരിയ ഡെവലപ്പായി വളർന്ന് പന്തലിച്ചു വരും. ഇതാണ് സോണുകളുടെ കോൺസെപ്റ്റ്. ചെറുതായിട്ട് പറയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സോൺ പിന്നീട് സമയം ഉണ്ടാവും പറയാം. അപ്പൊ എന്താ സംഭവിക്കാം? നമ്മൾ ആ കാട്ടുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം എന്താ സംഭവിക്കാം?
എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ഉണ്ട്, വെള്ളമുണ്ട്, റോഡുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാം പോകാനുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് അവിടെ എത്തിച്ചാൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ പോകും. ആ ഒരു ഏരിയയിൽ പോയിട്ടും അവരെന്ത് ചെയ്യും? ബിസിനസ് ചെയ്യും. സ്വാഭാവികമായിട്ട് അതിന് ഗുണം ആർക്കാ ഉണ്ടാവാം? ആ ഒരു ഏരിയ ഡെവലപ്പ് അല്ലെ? ഏരിയ ഡെവലപ്പ് ആവും, ബിസിനസ് കൂടുതലുണ്ടാവും. പുറത്തുള്ള ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഇതിനകത്തേക്കും. കാരണം ഇവിടെ എന്താ, ഈ ഒരു വരികയാണെങ്കിൽ കറണ്ട് ഓക്കെയാണ്, നെറ്റ് ഓക്കെയാണ്, വെളിച്ചം ഒക്കെയാണ്, വെള്ളം ഒക്കെയാണ്, എല്ലാ പേപ്പർ വർക്കുകളും എല്ലാം ക്ലിയർ ആണ്. എന്നാൽ നാട്ടിൻപുറത്ത് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കാം? പേപ്പർ ഉണ്ടാക്കണം, അതിന് തന്നെ 5-6 കൊല്ലം നടക്കണം. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കൊടി പിടിച്ച് വേറെ പ്രശ്നങ്ങളുണ്ടാവും. ഇത്തരം ഏരിയകളിൽ ഒന്നും ബാധിക്കാത്ത ഏരിയയാണ് സോണുകൾ എന്ന് പറയുന്നത്. ഇവരെ എപ്പോഴും രാജ്യത്തിന് പുറത്തുള്ള ഒരു കൺട്രിയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് സോണുകളെ ട്രീറ്റ് ചെയ്യാം. എക്സ്പോർട്ടിങ് നടക്കുന്ന രീതിയിൽ. അപ്പൊ ഇന്ത്യയിൽ ഒരു സോൺ ഉണ്ട് എന്ന് വിചാരിച്ചു, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്ത്യയിൽ XYZ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സോൺ ഉണ്ട്. ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് ഈ സോണിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതൊരു എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ടാക്സ് ഫ്രീ ട്രാൻസാക്ഷൻ ആയിട്ട്. മനസ്സിലായില്ലേ സോണുകൾ എന്താന്നുള്ളത്? ഇതേപോലെ 50 സോണുകൾ എവിടെയുണ്ട്? UAE-ക്കകത്ത് 40 മുതൽ 50 സോണുകൾ UAE-ലുണ്ട്. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ടാക്സ് ഫ്രീ ആണ്. അവിടേക്ക് പോകുന്ന സാധനത്തിന് എന്തില്ല? എക്സ്പോർട്ടിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോഴും എക്സ്പോർട്ടിങ്ങിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഗുഡ്സും സർവീസും ഒക്കെ ഡിഫറെന്റ് ആണ്. ഗുഡ്സിന്റെ കേസാണ് പറഞ്ഞത്. സർവീസിന് യാതൊരു ഗുണവും ഇല്ല ഫ്രീ സോണിൽ. അത് മനസ്സിലാക്കണേ. ഫ്രീ സോണിൽ ഗുണങ്ങളില്ലാത്ത മേഖലകളുണ്ട്, ചില ഏരിയക്ക് ഭയങ്കര ഗുണമാണ്. അപ്പൊ എന്താണ് ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ? ഈ രീതിയിൽ ഒറ്റ ലൈനിൽ മനസ്സിലാക്കോളി. ഫ്രീ ആയിട്ട് അവിടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഏരിയ, ഗവൺമെന്റ് സൗകര്യം ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്രീ സോൺ എന്ന് തൽക്കാലം മനസ്സിലാക്കാം. ഇനി എന്താണ് ഡെസിഗ്നേറ്റഡ് സോൺ? DZ എന്നാണ് പറയാ. DZ, ഡെസിഗ്നേറ്റഡ് സോൺ. എന്താ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറഞ്ഞാൽ? ഹലോ, കേൾക്കുന്നില്ലേ? എന്താ ഡെസിഗ്നേറ്റഡ് സോൺ? ഫ്രീ സോണും വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ സോൺ ആൻഡ് DZ, ഡെസിഗ്നേറ്റഡ് സോൺ? FZ ആൻഡ് DZ. അവിടെ കുറച്ച് ടാക്സ് outside the UAE territory for VAT purpose. അത് ഫ്രീ സോണിൽ അങ്ങനെ തന്നെയല്ലേ? എനിബഡി, ആർക്കെങ്കിലും? എന്താണ് ഡെസിഗ്നേറ്റഡ് സോൺ, എന്താണ് ഫ്രീ സോണുമായി തമ്മിലുള്ള വ്യത്യാസം? ഫ്രീ സോൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. അറിയാം. Supply made from inside or outside to designated zone are free of VAT. അതന്നെയല്ലേ ഫ്രീ സോൺ? അതെ. അവിടെ ടാക്സ് കുറവായിരിക്കും ചിലപ്പോ. ഔട്ട് ഓഫ് ടാക്സ് കറക്റ്റാ? കുറവായിരിക്കും with some expectations. അവിടെ ടാക്സ് ഇല്ല. With some expectation. ഓക്കെ അല്ല, ഫ്രീ സോണിൽ ടാക്സ് ഇല്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ ശ്രമിക്കാം, ശ്രദ്ധിച്ചോളെ. ഔട്ട് ഓഫ് 50 ഫ്രീ സോണുകളിൽ നിന്ന് ഗവൺമെന്റ് സ്പെസിഫിക്കലി കുറച്ച് ഫ്രീ സോണുകളെ എടുത്തിട്ട് ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണിന്റെ ലോക്ക് അനുസരിച്ചായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. ഔട്ട് ഓഫ് ഫ്രീ സോണിൽ നിന്നാണ് ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺ വരിക. കറക്റ്റ് അല്ലേ? ആദ്യം ഫ്രീ സോൺ ആണ്, ആ ഫ്രീ സോൺ എന്നാണ്. ഇവിടെ ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടാവും. ഇമ്പോർട്ട് ചെയ്യുന്നിടത്തും എക്സ്പോർട്ട് ചെയ്യുന്നിടത്തും ഒക്കെ ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടാവും ഫോർ വാറ്റ് പർപ്പസ്. വാറ്റിന് ആവശ്യമുള്ള, നമുക്ക് പറഞ്ഞ വാറ്റ് പർപ്പസ് അല്ലേ, വാറ്റിന് ആവശ്യമായിട്ടുള്ള സ്ട്രിക്റ്റ് സ്ക്രൂട്ടണി ആ ഡെസിഗ്നേറ്റഡ് സോണിൽ നടക്കും. അവിടെ എന്തൊക്കെയാണോ സാധനങ്ങൾ ഇറങ്ങുന്നത്, കസ്റ്റംസാര് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. കസ്റ്റംസാരുണ്ടാവും, കസ്റ്റം ഡ്യൂട്ടി, അവിടെ പേപ്പർ വർക്കുകൾ, എല്ലാ ടാക്സിന്റെ ബാധ്യതകളൊന്നുമില്ല. പക്ഷെ കൃത്യമായിട്ടും അവിടെ നിന്ന് നീങ്ങി പോകുമ്പോൾ ഇപ്പൊ ഡെസിഗ്നേറ്റഡ് സോൺ ടു മെയിൻലാൻഡ്, ഉദാഹരണം ഞാൻ ജബൽ അലി ഫ്രീ സോണിൽ നിന്ന് ഞാനൊരു ദുബായ് മെയിൻലാൻഡിലേക്ക് ഒരു സാധനം കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണിലേക്ക് ഞാനൊരു സാധനം കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത്, അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കൃത്യമായിട്ടും കസ്റ്റംസിന്റെ എല്ലാ പേപ്പറും ക്ലിയറൻസും ഡ്യൂട്ടിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും സ്ട്രിക്റ്റ് സ്ക്രൂട്ടിങ് ആയിരിക്കും ഈ ഡെസിഗ്നേറ്റഡ് സോണിൽ ഉണ്ടാവുന്നത്. ക്ലിയർ ആയില്ല? വേറൊന്നുമില്ല, ഗവൺമെന്റ് സ്പെസിഫിക്കലി നോട്ടിഫൈ 25 DZ ഉണ്ട്.
25 ഡീസൽ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എമിറേറ്റ്സിൽ എത്രയുണ്ട്, ദുബായ് ഷാർജയിൽ തന്നെ 10-12, സോറി അബുദാബിയിൽ 10-12 ഉണ്ട്, ദുബായിൽ ഒരു 6 ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഒരു 25 ഡീസൽ സോണുകൾ ഉള്ളത്. താൽക്കാലികം ആ രീതിയിൽ മാത്രം മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ? അപ്പം ഫ്രീ സോണുകൾ ഫ്രീ സോൺ ലോ അടിസ്ഥാനത്തിലാണ് വരുന്നത്. മറ്റത് ഈ പറഞ്ഞിട്ടുള്ള ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി UAE തന്നെ 2 രീതിയിലുള്ള നിയമങ്ങളാണുള്ളത്, അറിയാമോ? ഫെഡറൽ ഡിഗ്രി ലോ എന്ന് പറഞ്ഞിട്ടുള്ള എൻഡർ ലോ ഉണ്ട്. UAE എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുകയാണ്, ഇതിനാണ് ഫെഡറൽ ഡിഗ്രി ലോ. ഈ ഫെഡറൽ ഡിഗ്രി ലോയിൽ കൃത്യമായിട്ടും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ടാക്സ് പിരിക്കണം എന്നേ പറയുള്ളൂ. ടാക്സ് ഉദാഹരണം ഫെഡറൽ ഡിഗ്രി ലോ എന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നിയമമാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരുപക്ഷെ മിനിസ്ട്രിയിൽ ഉണ്ടാവുന്ന ഡിസ്കഷൻ ആയിരിക്കാം, ഓരോ എമിറേറ്റ്സിലും ഓരോ നടക്കുന്ന കാര്യങ്ങളിലായിരിക്കാം അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഉദാഹരണം ഫെഡറൽ ഡിഗ്രി ലോയിൽ പറയാണ്, ഇന്ന കുറച്ച് ബിസിനസ്സുകളെ, അതായത് ഇന്ന ബിസിനസ്സുകൾക്ക്, അതായത് മിഡ് ക്യാപ്പ് ബിസിനസ്സുകൾക്ക് ഇത്ര ശതമാനം എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് ഗവൺമെന്റ് ഫെഡറൽ ഡിഗ്രി ലോയിൽ പറയും. ഇനി എന്താണ് മിഡ് ക്യാപ്പ് ബിസിനസ് എന്ന് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും ഒന്ന് മിനിസ്ട്രിയിലുള്ള ആളുകളായിരിക്കാം, അതായത് എമിറേറ്റ്സിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ ആയിരിക്കാം. ഈ രീതിയിലാണ് 2 നിയമങ്ങൾ, ഒന്ന് ഫെഡറൽ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തം ലോയും ഓരോ എമിറേറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലോയും. ക്ലിയർ ആയില്ലേ? ദുബായ് പോലീസ് ഉണ്ട്, ഷാർജ പോലീസ് ഉണ്ട്, അബുദാബി പോലീസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? എന്നാൽ മൊത്തത്തിലുള്ള ഒരു റൂളും ഉണ്ട്. ഈ രീതിയിൽ മനസ്സിലാക്കുക. ഇന്ത്യയിലും ഉണ്ടല്ലോ സ്റ്റേറ്റിന്റെ കാര്യങ്ങളിലും കേന്ദ്രം ഭരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇല്ലേ? കേന്ദ്രത്തിന്റെ സൈനികന്മാരില്ലേ? എന്നാൽ ഓരോ സ്റ്റേറ്റിനും ഓരോ പോലീസുകാരും ഇല്ലേ? കേരള പോലീസ് ഇല്ലേ? KP എഴുതിയിട്ട് തമിഴ്നാട് പോലീസ് ഇല്ലേ? ഇതേപോലെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ട് ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തലയിൽ ഓടാൻ വേണ്ടി മാത്രം പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായോ? സെറ്റാണോ? പറയുന്ന കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായി. കറക്റ്റ്. അപ്പം ഫെഡറൽ ഡിഗ്രി ലോ, FED, ഫെഡറൽ ഡിഗ്രി, DEC ഡിഗ്രി ലോ, അതാണ് UAE പ്രധാനപ്പെട്ടിട്ടുള്ള ലോകൾ. സെറ്റ് അല്ലേ? ഇതാണ് ബേസ് ആയിട്ട് അറിയേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഇനി ഇതിന്റെ അഡ്വാൻസ് സാധനങ്ങളൊക്കെ കഴിഞ്ഞ 2-3 സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയില്ല? അപ്പം ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. 3,75,000 ശ്രദ്ധിക്കണേ, 3,75,000 ടേൺ ഓവർ ഒരു വർഷത്തിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ, 1,87,500 സംഭവം ഉണ്ടെങ്കിൽ, മറ്റത് മാൻഡേറ്ററി വോളണ്ടറി ആയിട്ട് നമ്മൾ UAE-ക്കകത്ത് രജിസ്റ്റർ ചെയ്യണം. ഇനി നിങ്ങൾ ഒരു ടാക്സ് കൺസൾട്ടന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പണി നിങ്ങൾ എടുത്തിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിലവിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ യൂട്യൂബിനകത്തൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മൾ കൺസൾട്ടൻസി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ കൃത്യമായിട്ടും നോട്ട്സ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കോളി. അപ്പം ഈ സെഷൻ ഞാൻ എങ്ങനെ ഫ്രീ കൊടുക്കുന്ന ആളല്ല, പക്ഷെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത് സാറേ ഇന്ന് ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ആളുകൾ പേയ്മെന്റ് ചെയ്ത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എന്നാലും ഇന്ന് ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ആണ്. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ടൈപ്പ് R എന്ന് ടൈപ്പ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മറ്റത് ഉറങ്ങിയ ക്ലാസ് ആയിരിക്കും. എല്ലാവരും ഓക്കെ. സെറ്റ്. ഓക്കെ, അപ്പം സൈറ്റ് എല്ലാവർക്കും എടുക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജസ്റ്റ് ഗൂഗിളിൽ കയറാം. ഗൂഗിളിൽ കയറിയിട്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് അടിച്ചു കൊടുക്കാം. ഫെഡറൽ ടാക്സ് അതോറിറ്റി അടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും ഫെഡറൽ ടാക്സ് അതോറിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഈ രണ്ടാമത് കാണുന്ന ഈ സാധനം, അതായത് tax.gov.ae എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇതിനകത്താണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. എല്ലാ വെബ്സൈറ്റിനെയും പോലെ കുറച്ച് ടാബ്സുകൾ ഇതിനകത്തുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഇതിനകത്ത് ചേഞ്ച് ആവുന്നുണ്ട്. യൂസ്ഡ് സർവീസുകൾ ഇവിടെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ഈ ഒരു ഏരിയയിൽ കിടക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസുകൾ, അതേപോലെ വെബ്സൈറ്റിന്റെ ഒരു റൂട്ട് മാപ്പ് എല്ലാം ഈ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ ഏരിയ കിടക്കുന്നത് UAE വാറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഏരിയ കിടക്കുന്നത് ഈ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ്. ഈ സർവീസ്, റൈറ്റ്?
ഈ സർവീസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾക്കും ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫീൽ ചെയ്യും. സാധാരണ രീതിയിൽ അത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടത്തില്ല. ഇപ്പം നിലവില് ഇന്ത്യയിലെ ഇ-വേ ബില്ലിന്റെ സൈറ്റ് തുറന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടോ ആ ചെറിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോണ്ടോ. ഇ-വേ ബില്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഹലോ, ഇ-വേ ബില്ല് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് കറങ്ങാറുണ്ടാവും. ചില സമയത്ത് പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ ആർക്കും ഫീൽ ചെയ്തില്ല. ഇ-വേ ബില്ല് വളരെ ലാഗാണ്. വളരെ ലാഗാണ്. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ എന്താ പറയും? പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറയും അല്ലേ? എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? പാസ്വേഡ് റീസെറ്റ്. ഇമാതിരി ഇങ്ങനെ റീസെറ്റിന് ഓപ്ഷൻ ഇല്ല, കുറച്ച് ലാഗ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൽ കിട്ടുക. ഇതിനകത്താണ് ഇപ്പൊ ഈ ഒരു സർവീസിനകത്ത് കിട്ടി. ഇനി നമുക്ക് UAE വാറ്റിനകത്ത് നമുക്ക് അക്കൗണ്ട് ഇല്ല. UAE വാറ്റിനകത്ത് നമുക്ക് അക്കൗണ്ട് ഇല്ല. അപ്പൊ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. ഓക്കെ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഹാവിങ് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. ഇവിടെ സൈൻ അപ്പ് വിത്ത് UAE പാസ് ഉണ്ട്, അതിലുള്ള ആളുകൾ ഇത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫോർ അതർ സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫോർ അതർ സൈൻ അപ്പ് ഓപ്ഷൻ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, മെല്ലെ വരുള്ളൂ. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. വീഡിയോയിൽ വരാത്ത ആളുകൾ റിമൂവ് ചെയ്യേ, ശ്രദ്ധിച്ചോളെ. നിങ്ങൾ എണ്ണം കുറയുന്ന അനുസരിച്ച് ഉറപ്പിച്ചോളാം. നിങ്ങൾ വീഡിയോയിൽ വരാത്തതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഉറപ്പിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഇമെയിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ എന്നോട് കൊടുക്കാണ്. ഓക്കെ, അതിനുശേഷം എൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അതിനുശേഷം അറബിക്കിൽ നമ്മുടെ നെയിം കൊടുക്കണം, അറബിക്കിൽ. അപ്പൊ ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ എൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കാണ്. ഓക്കെ, ഇവിടെ അടിച്ചു കൊടുക്കണ്ടേ? ഓക്കെ, യൂനുസ് സലീം. ഓക്കെ, ഇനി ഞാൻ കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണുണ്ടോ? പ്രാക്ടീസ് മാത്രമാണ് ഇതിനൊരേ ഒരു വഴി. ഓക്കെ, എൻ്റെ ഫസ്റ്റ് നെയിം ഇവിടെ എടുത്തു, ലാസ്റ്റ് നെയിം ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ യൂനുസ് സലീം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ എൻ്റെ ഇവിടുത്തെ ഇന്ത്യൻ നമ്പറാണ് തൽക്കാലം കൊടുക്കുന്നത്. ഓക്കെ, അത് OTP കാര്യങ്ങളോ വരികയാണെങ്കിൽ OTP ഇപ്പൊ താൽക്കാലികം വരുന്നില്ല, എന്നാലും ഞാൻ എൻ്റെ OTP പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കണം. ഓക്കെ, ഇനി ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാണ്. പാസ്വേഡ് കുറച്ച് സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആവശ്യമില്ലാത്ത ആളുകൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം, ബാക്കിയുള്ള ആളുകൾ ഡിസ്റ്റർബ് ആവരുത്. ഓക്കെ, ഇതിന്റെ പഴയ ഇതാണല്ലോ വരുന്നത്, പുതിയത് വരുന്നില്ലല്ലോ. പഴയ ഇതാണല്ലോ, ലോഗിൻ ആണല്ലോ വരുന്നത്, പുതിയത് വരുന്നില്ലല്ലോ. FTയുടെ സൈറ്റ് തന്നെ. GSTയുടെ സൈറ്റ് അല്ല, FTയുടെ സൈറ്റ് പഴയത്, അവരുടെ പഴയ ഒരു ലോഗിൻ ഉണ്ടായിരുന്നു, അത് ആ മോഡലാണ് വരുന്നത്, പുതിയതായിട്ടുള്ള ലോഗിൻ അല്ല വരുന്നത്. അല്ല, എന്താ അറിയില്ല, നിങ്ങളൊന്ന് ബ്രൗസറൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തു, എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. യഥാർത്ഥ ലിങ്ക് വെബ്സൈറ്റ് ഏതാ? FTA ഫെഡറൽ ടാക്സ് അതോറിറ്റി മാത്രം അടിച്ചാൽ മതി. eService.tax.gov.in പോകണം. നമ്മൾ ഇവിടെ നമ്മൾ സർവീസ് ക്ലിക്ക് ചെയ്യണം. eService ഇത് ക്ലിക്ക് ചെയ്തിരുന്നോ? അത് ചെയ്തില്ല. ഇത് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, ലോഗിനാ വന്നിരിക്കുന്നത്. ഫെഡറൽ ടാക്സ് ലോഗിൻ കൊടുക്കരുത്, അവിടെ eService വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, റൈറ്റ്. ഇനി പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് ബൈ ക്ലിക്കിംഗ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ആദ്യം നമ്മൾ UAE ഒരു ഡൗട്ട്. നമ്മളിപ്പോ പുറത്തുനിന്ന് വാറ്റ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചെന്ന് വിചാരിക്കേ, അപ്പോ നമുക്ക് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവരല്ല തരിക, അപ്പൊ പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. നമ്മളിപ്പോ ഒരു കൺസൾട്ടൻസിയിൽ വാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു. ഓക്കെ, പിന്നീട് നമുക്ക് അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, ഫോർഗോട്ട് പാസ്വേഡ് അടിക്കാം, അതിൽ കൊടുത്ത ഡാറ്റകൾ അമെൻഡ് ചെയ്യാം, എല്ലാം ചെയ്യാം.
ആണോ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി വയ്ക്കാൻ വേണ്ടിയാ എല്ലാവരും. അപ്പം നേരത്തെ പറഞ്ഞില്ല, മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ OTP കാര്യങ്ങൾ വരുന്നില്ല, അതുകൊണ്ട് ഇന്റർനാഷണൽ മോഡ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ എന്റെ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള OTP ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഇത് ഒറിജിനൽ ഫയൽ കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, ഒപ്പിച്ച് ചെയ്തു പോകുന്നതല്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേഖലയിൽ കൺസൾട്ടിങ് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാം. വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാതെ ഞാൻ റിമൂവ് ചെയ്തിട്ട് അയ്യോ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് OTP വരും. OTP സാധാരണ രീതിയിൽ ഈ ഒരു സൈറ്റിൽ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാണ്, ഇങ്ങനെയാണ് ക്ലിക്ക് ചെയ്ത് അപ്പൊ തന്നെ OTP വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സാധാരണ നോർമൽ നമ്മുടെ OTPക്കുള്ള ടൈം അല്ല, കുറച്ചുകൂടി ടൈം എടുക്കും. ആ ടൈം എടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ നോക്കാം. അപ്പൊ ഞാൻ എന്റെ വന്നിട്ടുള്ള OTP ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇതേപോലെ നിങ്ങൾ ആദ്യം സൈൻഅപ്പ് ചെയ്യണം. ഇപ്പൊ നമുക്കൊരു ഫേസ്ബുക്കിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സൈൻഅപ്പ് ചെയ്യാറില്ലേ, നമ്മുടെ ഡീറ്റെയിലും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടുള്ള സൈൻഅപ്പ് ചെയ്യുന്നത് പോലെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, സൈൻഅപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി സൈറ്റിനകത്ത് കയറിയിട്ട് ഈ ഒരു നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. OTP വന്നിട്ടുള്ള നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സൈനപ്പ് കൊടുക്കാം. ഈ 2-way authentication സെക്യൂരിറ്റി പർപ്പസ് ആവശ്യമുള്ള ആളുകൾ ടിക്ക് ചെയ്തിട്ട് 2-factor authentication എനാബിൾ ചെയ്ത് കൊടുക്കാം, അവർക്ക് സാധനം കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ സൈനപ്പ് സക്സസ്ഫുൾ ആയി. അപ്പൊ സക്സസ്ഫുൾ മെസ്സേജ് നമുക്ക് ഇമെയിൽക്കകത്ത് വന്നിട്ടുണ്ടാവും. രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ ഐഡിയിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, പാസ്വേഡ് എടുത്തു കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ലോഗിൻ. ഓക്കെ, ഇതാണ് ഈ ഒരു ഡിലേ എല്ലാത്തിലും വരും. അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ഞാൻ കുറച്ച് ആളുകൾ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. വീഡിയോ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു ആദ്യം. 1 മിനിറ്റ്. എത്ര ആളുകൾ വന്നു? അപ്പൊ നിങ്ങൾക്കൊക്കെ വീഡിയോയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകത്തില്ല ലാസ്റ്റ് വരെ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ലെങ്കിൽ അല്ല അനൂപ്ക എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് പുറത്താക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാം. പുറത്താക്കണ്ടേ? നമ്മൾ സീരിയസ് ആയിട്ട് ഇന്ന് വരെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സെഷൻ ലൈവിൽ എടുത്തിട്ടുണ്ടോ? UAE വാറ്റിന്റെ ഒരുപാട് യൂട്യൂബ് സെർച്ച് ചെയ്തല്ലേ നിങ്ങള്? എന്നിട്ട് നിങ്ങൾക്ക് സീരിയസ് ഇല്ലെങ്കിൽ ഞാൻ എന്തിന് നിങ്ങൾ എവിടെ വെച്ചിരുത്തണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കുറെ ആൾക്കാർ വന്നു. 2-3 ആൾക്കാരെ ഞാൻ എടുത്ത് പുറത്തിട്ടു. അവർ വരട്ടെ. ഓക്കെ, വേറെ ഐഡിയിൽ വെച്ച് കേറ്റൂല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്തെങ്കിലും റീസൺ അതിക്കൂടെ കുട്ടിയുള്ളോണ്ടേ നേരം ഇങ്ങനെ വരും, അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചേക്ക. ഓക്കെ ഓക്കെ, നിങ്ങൾ അവിടെ ഉണ്ടല്ലേ, കേൾക്കുന്നുണ്ടല്ലേ? ആണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് പറയാനുണ്ട്. അങ്ങനെ പറയാൻ അറ്റ്ലീസ്റ്റ് പറയാനെങ്കിൽ വേണം കേട്ടോ. ഓക്കെ, പറയാത്ത ആളുകൾ പുറത്തായിട്ട് തല കുറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുറത്താക്കി കഴിഞ്ഞാൽ ആ ഐഡിയിൽ പിന്നെ കയറാൻ പറ്റില്ല കേട്ടോ. ബ്ലോക്ക്ഡ് എന്നായിരിക്കും ഇവിടെ വരിക. ഓക്കെ, എനിവേ UAE വാറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു പോപ്പ് വിൻഡോ വരും. വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റി. നിങ്ങൾക്ക് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരു വായിക്കാം. അപ്പൊ എന്താണ് ടാക്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൂസറുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 360 ഡിഗ്രി ഇതിന്റെ കാര്യങ്ങൾ, പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള ആളുകൾ സമയം അനുസരിച്ച് വായിച്ചോളി. സ്കിപ്പ് ചെയ്യുന്നു. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോപ്പ് വിൻഡോ വരുന്നുണ്ട്. ഡിയർ Emara taxpayer user, please note that the Emara tax will only be accessible via UAE pass based login starting
30/9/2024 മുതൽ UAE പാസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റുക. അപ്പൊ അത്തരം കാര്യങ്ങൾ സൈൻ ചെയ്യാത്ത ആളുകൾ, ഇപ്പൊ നമ്മൾ UAEയിലുള്ള ആളുകൾക്കൊക്കെ ഓൾറെഡി അവരുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊരു കൺസൾട്ടിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നോക്കാം. ഇല്ലെങ്കിൽ പിന്നീട് ഈ സൈറ്റിനകത്ത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഒഫീഷ്യലി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പിന്നീട് ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ടാക്സബിൾ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ ടാക്സ് ഏജന്റ്, ടാക്സ് ഏജൻസി, സ്പെഷ്യൽ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അതർ സർവീസ്, ജൂറിഡിയൽ പേഴ്സൺ ടാക്സ് ഏജന്റ്, നാച്ചുറൽ പേഴ്സൺ റെപ്രസെന്റ്. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടാക്സബിൾ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പൊ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് പാർട്ട് എ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യാറില്ലേ, ടാക്സ് പെയർ എന്ന് സെലക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ രീതിയിലാണ്. ഇപ്പൊ GST രജിസ്ട്രേഷന്റെ അടുത്ത് നമ്മൾ ടാക്സ് പെയർ ഉണ്ട്, ടാക്സ് ഡിഡക്ടർ ഉണ്ട്, അതേപോലെ ടാക്സ് കൺസൾട്ടന്റ് ഉണ്ട്, പിന്നെ ടാക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ടാക്സബിൾ പേഴ്സൺ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UAE വാറ്റിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എത്തി. ഇതിനകത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ടത്. ഇതിനകത്ത് ഒരു 10 ബോക്സുകൾ ഉണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന 10 ബോക്സുകളെ കുറിച്ചാണ്. ഈ 10 ബോക്സുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TR നമ്പർ കിട്ടും. 10 ബോക്സുകൾ എവിടെയാണെന്ന് പറഞ്ഞുതരാം. 10 ബോക്സുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TR നമ്പർ കിട്ടും. TR നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? GSTയിലെ TR നമ്പർ എന്ന് പറഞ്ഞാൽ ടെമ്പററി റെഫറൻസ് നമ്പർ എന്നാണ്. അതായത് പാർട്ടിയെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 15 ദിവസത്തേക്ക് അതെ GSTയിലെ പാർട്ടിയെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ ഇമെയിൽ, പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പാർട്ടിയെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TR കിട്ടും. ആ TRന്റെ കാലാവധി, ടാക്സ് രജിസ്ട്രേഷൻ നമ്പറിന്റെ കാലാവധി 15 days ആണ്, 15 ദിവസം. അത് കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയാം. പക്ഷെ ഇവിടെ പാർട്ടിയെ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുത്തുള്ള ഭാഗത്ത് നമുക്ക് പാർട്ടി എന്ന് വിളിക്കാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ലോഗിൻ ആണ്. ഈ ലോഗിൻ നേരെ TR വെച്ചിട്ടാണ് GSTയിൽ ലോഗിൻ ചെയ്യാം. ഇവിടെ നേരെ യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യും. ഇനി 10 ബോക്സുകൾ ഉണ്ട്. GSTയിൽ നമ്മൾ കൊടുത്തതുപോലെ നമ്മുടെ ടാക്സിന്റെ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, ഏത് ആളുകളാണ് നമ്മളുള്ളത്, അതിന്റെ ഡോക്യുമെന്റ്, നമ്മുടെ ബിസിനസിന്റെ ഡോക്യുമെന്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുണ്ടോ? അല്ലേ? കുറക്കണോ? എന്തെങ്കിലും ചെയ്യണോ? സ്പീഡ് വണ്ടി ഓടിക്കണോ? ഇത് കറക്റ്റ് ആണോ? കറക്റ്റിലാ പോണോ? കറക്റ്റിലല്ലേ? കൂട്ടാനോ കുറക്കാനോ എന്തെങ്കിലും പറഞ്ഞോളെ. സ്പീഡിൽ, വണ്ടി സ്പീഡിൽ പോകും. കാരണം ഇപ്പുറം കളി നടക്കുന്നുണ്ടേ, ഒരു പ്രശ്നമാണ് അല്ലേ? ഇന്ന് സഞ്ജുവിന്റെ കളിയാ. ഓക്കെ, ഇനി എല്ലാവർക്കും ഉണ്ടാവില്ലേ ആ പ്രശ്നം? നോക്കണ്ട. ഞാൻ മഴയുണ്ട് പറയാ. മഴയായിട്ട് കളി മുടങ്ങി കിടക്കാണോ? അല്ല, മഴയുടെ കളി കാര്യമില്ല, കറണ്ട് പോകാനുള്ള സാധ്യത. എങ്ങനെ കറണ്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അതുണ്ടായിക്കോട്ടെ. ഓക്കെ, ആര് പേഴ്സണലി സ്കോറൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ, സന്തോഷം. നിങ്ങൾ അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ. നിങ്ങള് സമ്പത്തിനൊക്കെ കളിന്റെ സ്കോറൊക്കെ കിട്ടും, പക്ഷെ നിങ്ങൾ 2 സ്ഥലത്തും കാലിട്ടാ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടൂല. ഓക്കെ, എനിവേ ഞാൻ എന്റെ ക്രിയേറ്റ് ന്യൂ ടാക്സബിൾ പേഴ്സൺ പ്രൊഫൈലിലേക്ക് പോവാണ്. പ്രൊഫൈൽ നെയിം ഇംഗ്ലീഷിൽ ഞാൻ ഇവിടെ കൊടുക്കാണ്. ഞാൻ ഇവിടെ എല്ലാം എന്റെ ഡാറ്റ വെച്ച് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ എന്റെ പേര് അറബിക്, ഇവിടെ അറബിക് ഇവിടെ കൊടുക്കാം. ഓക്കെ, മുഴുവനായിട്ട് പേര് ഇവിടെ ഞാൻ നേരത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഓൾറെഡി ഞാൻ ചെയ്തു. സോ അവസാനം എടുക്കാം. ഓക്കെ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിക്കാൻ അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ഇനി ഇതും ഉപയോഗിക്കാൻ കഴിയാത്താലും നേരെ ChatGPT പോയിട്ട് എടുത്തോളി. ഓക്കെ, മിനിമം ChatGPT എങ്കിലും പഠിക്കണേ. പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഒരു ഡൗട്ട് ഉണ്ട്. ഓൾറെഡി UAE പാസ് വെച്ചിട്ട് ലോഗിൻ ചെയ്തവരാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം? വേണ്ട. ഓക്കെ, ഇനി ഈ പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ പേഴ്സൺ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഒന്നും വൈകി പറ്റിയാണ്.
ടാക്സബിൾ പേഴ്സൺ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഓക്കെ കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കാര്യങ്ങൾ കൊടുക്കണം. ഇനി ഓൾറെഡി നിങ്ങൾ UAE വാറ്റ് രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സൈറ്റൊക്കെ കാണാം. ഇതിനകത്ത് നമ്മൾ കയറിയിട്ട് സർവീസിൽ വാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മുമ്പോട്ടേക്ക് പോകേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പിന്നീട് നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഫയലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് പഠിക്കാം. സമയം സാഹചര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ടാക്സബിൾ പേഴ്സണിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കും. ഈ ടാക്സബിൾ പേഴ്സന്റെ ഉള്ളിലേക്ക് കടക്കും. അവിടെ പോയിട്ട് വേണം നമ്മുടെ വാറ്റിന്റെ രജിസ്ട്രേഷൻ ആവട്ടെ, കോർപ്പറേറ്റ് വാറ്റിന്റെ രജിസ്ട്രേഷൻ ആകട്ടെ, ഇനി എക്സൈസിന്റെ രജിസ്ട്രേഷൻ ആവട്ടെ, എല്ലാ രജിസ്ട്രേഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, നല്ല ശ്രദ്ധിച്ചോളേ. ഇതിനകത്ത് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്, ടാക്സ് ഗ്രൂപ്പ് ഉണ്ട്, എക്സൈസ് ടാക്സ് ഉണ്ട്, വെയർ ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും സാധനങ്ങളകത്തുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിനകത്ത് വാല്യൂ ആഡഡ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സിന് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ളിടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഉണ്ടാവും രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, അപ്പൊ ഞാൻ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ കറങ്ങിയിട്ടൊക്കെ വരുള്ളൂ. എന്റെ നെറ്റിന്റെ പ്രശ്നമല്ല, ഞാനിപ്പോൾ 100 MB സ്പീഡിൽ നെറ്റിന്റെ അടുത്ത് ഇരിക്കുന്നു. പക്ഷെ ഇതിങ്ങനെയാണ്, കുറച്ച് സമയം എടുത്തിട്ടാണ് സാധനം വരിക. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അതൊന്ന് ഓപ്പൺ ആയി വരട്ടെ. ഓപ്പൺ ആയില്ലേ? റൈറ്റ്. അപ്പൊ ഇതാണ് വാറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 9 സെക്ഷനാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. 10 സെക്ഷൻ എന്ന് പറയാൻ നമ്മൾ ഫൈനൽ ചെയ്യുന്നുള്ള 9 സെഷനാണ് നമ്മൾ ഇനി ഫില്ല് ചെയ്യേണ്ടത്. എക്സ്പെക്ടഡ് ടൈംസ് ടു കംപ്ലീറ്റ് 45 മിനിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റിനകത്ത് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ സ്ലോലി നമ്മൾ പോവാണെങ്കിൽ 45 മിനിറ്റ്സ് ആണ് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായിട്ട് എടുക്കാം. ഇതിന് 1 രൂപ പോലും ചാർജ് ചെയ്യുന്നൊന്നുമില്ല. ഗവൺമെന്റ് ഇതിന് 1 രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല. ഫ്രീ ആണ്. എനിക്ക് എടുക്കാം, നിങ്ങൾക്ക് എടുക്കാം, ആരും എടുക്കാം. പക്ഷെ നമ്മളൊരു കൺസൾട്ടിങ് വർക്ക് എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ 1 മണിക്കൂർ ഇരിക്കല്ലേ, മണിക്കൂറിനാണ് നമ്മൾ ചാർജ് ചെയ്യാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചാർജ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ ചാർജ് ചെയ്യാം? ഹലോ, ഇവിടെ 250 dirhams ആണ് വാറ്റ് രജിസ്റ്റർ ചെയ്യാൻ. 250 dirhams. എത്ര രൂപ ഉണ്ടാവും? 6000 രൂപ. 6000 രൂപ ഉണ്ടോ അല്ലേ? ഓക്കെ, രജിസ്റ്റർ ചെയ്യാൻ 6000 രൂപയല്ലുള്ളൂ. 6000 രൂപ ഒന്നുമില്ല, ഞാൻ 10 രൂപ തന്നെ വാങ്ങാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ ഓൾറെഡി അങ്ങനെ, എന്റെ രീതി അങ്ങനെയാണ്. ഞാൻ മണിക്കൂറിനാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് ഇപ്പൊ ഫിനിഷ് ആവും? എങ്ങനെ രജിസ്റ്റർ ചെയ്താലേ എത്ര ഒക്കെ പെട്ടെന്ന് കിട്ടും. മാക്സിമം 60 days ആണ് പറയാം. പക്ഷെ പെട്ടെന്ന് കിട്ടും. അവർ ലിമിറ്റ് പറഞ്ഞേക്കുന്നത് അതാണ്. എനിവേ, അപ്പം അതിലേക്ക് മെല്ലെ പോവാണ്. എന്റെ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഹലോ, വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമൊന്നും കാണില്ല. ഇല്ല, അത് നിങ്ങളുടെ പ്രശ്നമായിരിക്കും. ഐഫോണേ, എന്താ ഐഫോണിന്റെ പേരെന്താ? ഐഫോൺ എന്നാണ് ഇപ്പൊ സംസാരിക്കുന്ന പേരെന്താ? ഐഫോൺ പേരെന്താ? നിങ്ങളെ പേരെന്താ? നബീന. നിങ്ങളെ പേര് ഐഫോൺ എന്നാണല്ലോ. ഞാൻ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. ഓക്കെ, മനസ്സിലായി, പേര് വിളിക്കാൻ. അപ്പൊ എനിവേ, നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങൾ എന്തൊക്കെയാ കാര്യങ്ങൾ? ട്രേഡ് ലൈസൻസ്, ബിസിനസ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വാലിഡ് ട്രേഡ് ലൈസൻസ്, ബിസിനസ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് പാസ്പോർട്ട് അല്ലെങ്കിൽ എമിറേറ്റ്സ് ID, ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പാസ്പോർട്ട്, എമിറേറ്റ്സ് ID ഉണ്ടായിരിക്കണം. ആരാണോ ഇതിന്റെ ഓതറൈസ് സിഗ്നേറ്ററി, അവരെ ഓതറൈസ് സിഗ്നേറ്ററി ആക്കി എന്നതിനുള്ള പ്രൂഫ്. ഉദാഹരണം, ഞാനും അനൂപ്കയും നബീനയും എല്ലാവരും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ നമ്മൾ ഓതറൈസ് സിഗ്നേറ്ററി ആക്കില്ലേ?
ഒരാളെ നമ്മൾ ഓതറൈസ് സിഗ്നറ്ററി, അപ്പൊ അനൂപ് കെ നമ്മൾ ഓതറൈസ് സിഗ്നറ്ററി ആക്കുകയാണെങ്കിൽ നമ്മൾ AOയിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ടത് പറയും. അനൂപ് കെ ആയിരിക്കും എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആള് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു ഓതറൈസേഷൻ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഓക്കെ, നമ്മുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, ടാക്സബിൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് 3,75,000 ബിസിനസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന സെൽഫ് പ്രിപ്പയർഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഷീറ്റ്, റവന്യൂ ഫോർകാസ്റ്റ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് ആ രീതിയിലുണ്ടെങ്കിൽ, അതായത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ 3,75,000 എത്തും, അല്ലെങ്കിൽ വരും 30 ഡേയ്സിനുള്ളിൽ 1,87,500 AED നമ്മൾ എത്തുന്നതിന് അനുസരിച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഓർഡറുകളോ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളോ ഇങ്ങനെ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആരൊക്കെ എടുക്കണം എന്ന് പറഞ്ഞല്ലോ, മാൻഡേറ്ററിന്റെ കേസ് പറഞ്ഞില്ലേ, ഒന്ന് 3,75,000 എത്തുന്ന ആളുകൾ, രണ്ടാമത് എത്താൻ പോസിബിലിറ്റി എത്തുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവർ അതിന്റെ സെൽഫ് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഷീറ്റ് വെക്കണം. ഇനി ഫോർകാസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഓർഡറുകളോ കോൺട്രാക്റ്റുകളോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവരെടുക്കണം. ഓക്കെ, ഇനി മന്ത്ലി ടേൺ ഓവർ, മാസം എത്ര ഉണ്ട് എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ നമുക്ക് പോകുന്ന വഴിക്ക് അതിനകത്ത് ഫില്ല് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഡെയിലി സെയിൽസ് നടക്കുന്ന വിവരങ്ങൾ, ഇയർലി സെയിൽസ് നടക്കുന്നതിന്റെ വിവരങ്ങൾ, അതിന്റെ ഫസ്റ്റ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത്, ഫസ്റ്റ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അത്, അത്തരം വിവരങ്ങൾ, ടാക്സബിൾ എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് റെക്കവറബിൾ ടാക്സ് ആയിട്ടുള്ള, അതായത് നമ്മളെ GST പറയുന്ന ഇൻപുട്ട് ടാക്സ്, റെക്കവറബിൾ ടാക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പർപ്പസുകളൊന്നുമില്ല, പിന്നെ ബഡ്ജറ്റ് റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങൾ, AOI, പാർട്ണർഷിപ്പിന്റെ ഡീഡ്, നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം. ജസ്റ്റ് ഓടിച്ച് ബാക്കി പോകുന്ന വഴിക്ക് നമുക്ക് പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അവന്റെ എമിറേറ്റ്സ് ID അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇനി ആരാണോ ഓതറൈസ് സിഗ്നറ്ററി, കമ്പനിയുമായി ബന്ധപ്പെട്ട മാനേജർ ആണോ CEO ആണോ ആരെയാണോ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ, ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് ഓരോന്നോരോന്ന് പറയാം. സെറ്റ് അല്ലേ? ഇതെല്ലാം അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടോ, ടിക്ക് ദ ചെക്ക് ബോക്സ് ടു കൺഫേം ദാറ്റ് യു ഹാവ് റീഡ് ആൻഡ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇതിന് ഏറ്റവും താഴത്തെ ഒരു ടിക്ക് ബോക്സ് ഉണ്ടോ, അതാണ് പറഞ്ഞത് ഈ കൺഫേം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സംഭവം എന്താ പറയുക, ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു റെഡ് മാർക്ക് ഉണ്ടോ, നമ്മൾ ഏത് സംഭവം ഫില്ല് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് റെഡ് മാർക്ക് വന്നിട്ടുണ്ടോ, നമ്മൾ ആ സാധനം വായിച്ചു നോക്കിയിട്ട് എന്താണോ ഫില്ല് ചെയ്യണത് അത് ഫില്ല് ചെയ്താൽ തന്നെ പോകാൻ കഴിയുള്ളൂ. അല്ലാതെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. GSTയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ 10 കോളങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഓതറൈസ് സിഗ്നേച്ചർ എടുത്തിട്ട് നേരെ ബിസിനസ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം, ബിസിനസ് ഡീറ്റെയിൽസ് എടുക്കുന്ന നേരെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം, അതൊക്കെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തേക്ക് പോകുമ്പോൾ ഓക്കെ സ്റ്റാർട്ട് കൊടുക്കുന്നു. റൈറ്റ്, സ്റ്റാർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ തുടങ്ങാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1 2 3 4 5 6 7 8 9 ഈ 9 ബോക്സുകളാണ് നമ്മളിനി ഫില്ല് ചെയ്യേണ്ടത്. 9 ബോക്സുകൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? ഒരു 1 മിനിറ്റ്. ഓക്കെ, സോറി, ഒരു അർജന്റ് കോൾ ആയിരുന്നു, എന്തെടുക്കൽ നിർബന്ധമായിരുന്നു. ഓക്കെ, സോറി. എനിവേ, എൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മളെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതിവിടെ. എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എലിജിബിൾ ആണുള്ള മാൻഡേറ്ററി വോളണ്ടറി ഡീറ്റെയിൽസ്, മാനേജറുടെയോ CEOയുടെയോ ഡീറ്റെയിൽസ് ആണ് കോൺടാക്ട് ഡീറ്റെയിൽസ് വരുന്നത്, ബിസിനസ് റിലേഷൻഷിപ്പ്, ബാങ്ക് ഡീറ്റെയിൽസ്, അഡീഷണൽ ഓതറൈസ് സിഗ്നറ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിൽ ചെയ്ത് പോകേണ്ടത്. ഓക്കെ,
ഇതിനകത്ത് നമ്മൾ എൻറ്റിറ്റി ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് കമ്പനികളുടെ പേര് കാണാം. നാച്ചുറൽ പേഴ്സൺ ഇൻഡിവിജ്വൽ, നാച്ചുറൽ പേഴ്സൺ അതർ, നാച്ചുറൽ പേഴ്സൺ പാർട്ണർഷിപ്പ്, കെയർ ഓഫ് നാച്ചുറൽ പേഴ്സൺ, ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് പബ്ലിഷ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, UAE പ്രൈവറ്റ് കമ്പനി, പാർട്ണർഷിപ്പ് ഇൻകോർപ്പറേറ്റഡ്, ലീഗൽ പേഴ്സൺ ഫോറിൻ ബിസിനസ്. ഇതൊക്കെ ക്ലബ്ബ്, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻകോർപ്പറേറ്റഡ് ട്രസ്റ്റ്, ചാരിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം എന്താണ് ക്ലബ്ബ്, എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ തരത്തിലാണ് വരുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളുടെ കയ്യിൽ നോളജ് ഉണ്ടാവണം. എന്താണ് എഡ്യൂക്കേഷൻ മേഖലയെ കുറിച്ച് അറിയില്ലേ? UAE എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? നാട്ടിലെ പോലെ LP, UP, ഹയർ സെക്കൻഡറി, +2 ഡിഗ്രി അങ്ങനെയാണോ? അതിന്റെ ടാക്സ് ലാബിലിറ്റി, അതിന്റെ ടാക്സ് അപ്ലിക്കബിലിറ്റി ഒക്കെ അറിയില്ലേ? കുറെ കാര്യങ്ങളുണ്ട്. ഇതിന് മുമ്പത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ അവിടെ പോയി ക്ലിയർ ചെയ്ത് വരണേ. ആരൊക്കെ എടുക്കണം, ടാക്സബിൾ പേഴ്സൺ ആരാണ്, ഓക്കെ, ആരൊക്കെയാണ് എടുക്കാൻ വേണ്ടി പറ്റുക, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ് സീറോ റേറ്റഡ്, എന്താണ് നിൽ റേറ്റഡ്, എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് സപ്ലൈ, റിവേഴ്സ് ചാർജ് മെക്കാനിസം എങ്ങനെയാണ്, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്താണ്, റിക്കവറബിൾ ടാക്സ് എന്താണ്, ഇതിനൊക്കെ കുറിച്ച് ചെറിയ നോളജ് നിങ്ങളുടെ അടുത്ത് വേണട്ടോ, ഇല്ല ഞാൻ കൈമന്ന് പോകും. കിട്ടിയിട്ടുണ്ട്? ഇതൊക്കെ അറിയില്ലേ? ചെറുതായിട്ട് അറിയില്ലേ? നേരെ ഗൂഗിളിലേക്ക് അടിച്ചു നോക്കാം, മാതാപിതാ ഗൂഗിൾ ദൈവം എന്ത് ചോദിച്ചു. ഇതൊക്കെ പറയുന്ന സമയത്തൊക്കെ അതുകൊണ്ടാണ് നോട്ട് എഴുതി വെക്കണം എന്ന് ഇങ്ങനെ പറയുന്നത്. എന്തിനാ അറിയാം? ഈ പറയുന്ന സാധനങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടൂലേ? ഈ പറയുന്ന സാധനമൊക്കെ കിട്ടൂലേ? അപ്പൊ അതുകൊണ്ട് ഈ നോട്ട് എഴുതി വെക്കണം. നിങ്ങൾ സിനിമ കാണാൻ എന്താ ഇങ്ങനെ ഇരുന്നാൽ ഒന്നും കിട്ടൂല കേട്ടോ. കുറച്ചൊക്കെ പോയിന്റ് ഒക്കെ കിട്ടും, ബാക്കി കിട്ടണമെങ്കിൽ മുഴുവനായിട്ടും ഇരുന്നാൽ തന്നെ കിട്ടുള്ളൂ. ഓരോ ദിവസവും ഞാൻ ഡിഫറെന്റ് സാധനങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. ഇങ്ങനെ സിനിമ കാണുന്നതിന് ഇന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പഠിക്കണമെങ്കിൽ UAE ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടണമെങ്കിൽ പഴയ പോലെ എല്ലാ ഇന്റർവ്യൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം 5 വേക്കൻസികൾ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇൻഫോം ചെയ്തില്ലായിരുന്നോ? 5 വേക്കൻസികൾ ഇന്റർവ്യൂ മോഡ് കൂടി പറഞ്ഞുതരാം, എങ്ങനെ ഇന്റർവ്യൂ നടന്നെന്ന് കൂടി പറഞ്ഞുതരാം. UAE വാറ്റ് അറിയോ? ഇതിനകത്ത് ചിലപ്പോൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും. അറിയാം എന്ന് പറഞ്ഞിട്ട് റെസ്യൂം അയച്ച ആളുകളുണ്ട്. അവരെ നേരെ യൂസർ ID പാസ്വേഡ്, അതായത് സൂമിന്റെ യൂസർ ID പാസ്വേഡും കൊടുക്കാണ്. എന്നിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? വാറ്റിന്റെ ലോഗിൻ ക്രെഡൻഷ്യലും കൊടുത്തിട്ട് അവരെ ഡീറ്റെയിൽ കൊടുത്ത് ഈ സാധനം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് പറയാം. വേറെ ഒരു ചോദ്യമില്ല, വർത്താനമില്ല. അപ്പോ കുറെ അങ്ങോട്ടേക്ക് പോകും, കുറെ ഇങ്ങോട്ടേക്ക് പോകും, കുറെ സൈറ്റ് തുറക്കാൻ അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും കിട്ടില്ല. പണ്ട് ഭയങ്കര സുഖമായിരുന്നു ജോലി കയറാൻ. ഞാൻ UAE ഇല്ല, അടുത്ത ഈ ഒരാഴ്ച ചിലപ്പോൾ UAE ഉണ്ടാവും. അപ്പൊ പണ്ട് ഭയങ്കര സുഖമായിരുന്നു. എന്തായിരുന്നു വാട്ട് ഈസ് UAE വാറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, UAE വാറ്റ് ഇങ്ങനെ 5% ആണ്, സീറോ റേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ പാസ് ആയിരുന്നു. നിലവിൽ നാട്ടിലെ GST ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ലേ, വാട്ട് ഈസ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഏതൊക്കെ പെർസെന്റേജ് ഉണ്ട്? 5 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അല്ലെ 12 ഉണ്ട്, 18 ഉണ്ട്, 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചോദിക്കുന്ന ആൾക്ക് അത്ര എൽമ ഉണ്ടാവുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നാട്ടിലെ ഇന്റർവ്യൂയുടെ മോഡ് ഡിഫറെന്റ് ആണ്. ആർക്കും ആരുടെ മേലും സമയം കളയാൻ സമയമില്ല. ഇപ്പൊ എന്റെ ക്ലയന്റിനോട് പറഞ്ഞാൽ അറിയാം, യൂണിസെഫ് പരീക്ഷിക്കേണ്ട അതെപ്പോഴും ഞാൻ പറയണം, പരീക്ഷണത്തിന് ആരെയും എത്തണം, അതിനൊന്നും സമയമില്ല. ഇന്ന ക്വാളിറ്റി ഉള്ള വേണം, ആ ആളെ നിങ്ങൾ തന്നെ ബ്രീഫ് ചെയ്ത് തന്നാൽ മതി. പിന്നെ അവിടെ എത്തിയിട്ട് അങ്ങോട്ടേക്ക് പോയി ഇത് തന്നെയാണോ എടുക്കേണ്ടത്, അത് തന്നെയാണോ എടുക്കേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരെ വേണ്ട. എങ്ങനെയുണ്ട്? ഇങ്ങനെ തന്നെയാണ്. ഇത് ആർക്കെങ്കിലും ഫേസ് ചെയ്തോ? കോർപ്പറേറ്റ് ടാക്സും UAE വാറ്റും അറിയാത്തതുകൊണ്ട് ജോലി പോയ എത്ര ആൾക്കാരുണ്ട്? UAE ഒരുപാട് ആൾക്കാരില്ലേ ഇവിടെ? കോർപ്പറേറ്റ് ടാക്സ്, UAE വാറ്റ് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്? എക്സ്പീരിയൻസ് ഇല്ല, ആരുമില്ല? ഹലോ, UAE ആരും എക്സ്പീരിയൻസ് ഉള്ള ആരുമില്ലേ? കോർപ്പറേറ്റ് ടാക്സും UAE വാറ്റും അറിയാത്തോണ്ട് ജോലി പോയ ആളുകള് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് മനുഷ്യന്മാരെ. ഈ വീഡിയോയിൽ വരാത്തുള്ള വലിയ വളവന്മാരെന്ന് ഇരിക്കണ്ട കേട്ടോ. നിങ്ങളെ എണ്ണം ഇങ്ങനെ കുറയുന്നു, എണ്ണം കുറയുന്നു നോക്കിക്കോളിട്ടോ. ഇത് പഠിച്ചിട്ട് വേണം നോക്കാൻ. എങ്ങനെ? ഓക്കെ, റീസൺ ഉള്ള വേണം നോക്കാൻ. ഓക്കെ അപ്പൊ നോക്കണട്ടാ. ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ട്രൈ ചെയ്യണം, ഇനി ട്രൈ ചെയ്യണം. നമുക്കിപ്പോ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്പൊ ബാക്കിയുള്ള നമുക്ക് ജസ്റ്റ് ഇപ്പൊ ടാലി ആണെങ്കിൽ എജു മോഡില് നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. ഇതങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുമോ?
എന്താ പറ്റാതെ? അതായത് ക്ലയന്റിനെ പഠിക്കുക. അതിനല്ലേ ആദ്യം പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ലേൺ ആൻഡ് ഇംപ്ലിമെന്റ്. പഠിക്കുക, വേറെ ഒന്നും ഇല്ലല്ലോ. അതിൽ തലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. പഠിച്ച സാധനം അതേപോലെ അപ്ലൈ ചെയ്യാനുള്ളൂ. കാരണം ഇതൊരു ഓക്കെ, നമുക്കിപ്പോ അല്ല സാർ, നമുക്കിപ്പോ ഇത് എന്താ പറയുക, ഇപ്പൊ 2-3 സ്റ്റെപ്പ് ചെയ്തു, അതൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഒറ്റ ട്രിപ്പിൽ ചെയ്യണമെന്നുണ്ടോ? അതോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പുറത്ത് പോയി ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ പറയുന്നത്, നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യം പറയുന്നത്. അതൊക്കെ പറ്റും, നോ ഇഷ്യൂ. പരീക്ഷിക്കാൻ ടൈമില്ലാന്ന് പറഞ്ഞത്. പറ്റൂല. സമയാണ് പ്രശ്നം. സമയം മോശമാണ്, ഖറാബ്. സമയം പറഞ്ഞില്ലേ പരീക്ഷിക്കാൻ ടൈമില്ല, പരീക്ഷിക്കാൻ ടൈമില്ലാന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞു വരുന്നത് പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് ലോ ആണ്, നിയമമാണ്. അതിൽ വേറെ ഊടുവൈകളൊന്നുമില്ല. നമ്മൾ അത് ചെയ്യാന്നില്ല. ലോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ലോയിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ ലോ ചെയ്യാം. അതിപ്പോ ഞാൻ ചെയ്യുന്നതായാലും നിങ്ങൾ ചെയ്യുന്നതായാലും കൺസൾട്ടന്റ് ആയാലും CA-കാരനായാലും CMA-കാരനായാലും എല്ലാവർക്കും നിയമം ഒരേപോലെയാണ്. ചെയ്തത് ഞാൻ തെറ്റിയാലും എൻ്റെ അടുത്ത് തെറ്റിയാലും CA-കാരുടെ അടുത്ത് തെറ്റിയാലും ഒരേപോലെയാണ്. കാരണം ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. അതെല്ലായിടത്തുള്ളതാ. നമുക്ക് അറിയില്ല, ഞാൻ ഒരാളെ പിടിച്ച് ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് എനിക്ക് അറിയില്ല, ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് വിടുവോ പോലീസുകാര്? അതേപോലെ തന്നെ ഇതേ സംഭവം ഉറപ്പായും കൊടുക്കേണ്ടി വരും. തെറ്റ് വെച്ചാൽ പിന്നെ ഫൈൻ കൊടുക്കേണ്ടി വരില്ലേ? ഓക്കെ, എനിവേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം സംഭവം പഠിക്കാം. ആദ്യം ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാം. എന്നിട്ട് സിമിലർ കൺസൾട്ടിങ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യുമ്പോൾ അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം മറ്റു രീതിയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ അടുത്ത നിമിഷം ചോദിക്കട്ടോ, നിങ്ങളെ സ്ഥാപനത്തിൽ ഒഴിവുണ്ടോ എന്നുള്ളത് ചോദിക്കട്ടോ. ഇപ്പൊ തൽക്കാലം ഒഴിവില്ല, ഫുള്ളാണ്. കാരണം ഞാൻ ഓഫ്ലൈൻ പഠിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ സാഹചര്യം അനുസരിച്ച് ഓൾറെഡി നമ്മളെ പെയ്ഡ് മെമ്പേഴ്സിലെ ആളുകൾക്ക് നമ്മൾ കൊടുക്കും. അതല്ലാത്ത ആളുകൾ എല്ലാവരും അവിടെ ഓടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ആവശ്യമുള്ള ആളുകൾ പെയ്ഡ് മെമ്പേഴ്സിന് ഉറപ്പായിട്ടും കിട്ടും. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നമ്മൾ എനിഡെസ്കോ സൂമോ ഒക്കെ ഇട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കാം. അതൊക്കെ നടക്കും. അതല്ലാത്ത രീതിയിൽ ഓപ്ഷൻ ഇല്ല. ഓക്കെ, എല്ലാവരും പറഞ്ഞാൽ 50 ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം നടക്കില്ല. അതുകൊണ്ടാട്ടോ. ഓക്കെ, ഇതിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അനൂപ്ക പെയ്ഡാണല്ലോ അല്ലെ? അനൂപ്ക പെയ്ഡെന്ന് തോന്നുന്നു അല്ലെ? അനൂപ്ക, അങ്ങനെ 2-3 ആളുകളുണ്ട്. അവർക്ക് അറിയായിരിക്കും, ബാക്കിയുള്ള ആൾക്ക് എത്ര കിട്ടും നിങ്ങൾക്ക് അറിയില്ല. എനിവേ, അപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി ടൈപ്പ് തൽക്കാലികം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് ഒരു പാർട്ണർഷിപ്പ് എന്തെങ്കിലും ഒന്നെടുക്കാം. ഞാൻ പാർട്ണർഷിപ്പ് ഡൊമസ്റ്റിക് ഇൻകോർപ്പറേറ്റഡ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നീട് ഗൂഗിൾ ചെയ്ത് പഠിച്ചോളി കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളി. ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളി. നാച്ചുറൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ. പിന്നെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഏതാൻ സമയം, കാരണം ഞാൻ ഏതാ നിങ്ങൾക്ക് സമയം തന്നാൽ ഒരുപാട് ടൈം പോകും. ആദ്യം ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളി, പിന്നീട് ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളി. ഇതെന്താന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇതിൽ എന്താണ് ലീഗൽ പേഴ്സൺ, എമിറേറ്റ് ഗവൺമെന്റ് എൻറ്റിറ്റി ഉണ്ട്, ഫെഡറൽ ഗവൺമെന്റ് എൻറ്റിറ്റി ഉണ്ട്, ചാരിറ്റി ഉണ്ട്, ഇൻകോർപ്പറേറ്റ് ഉണ്ട്, സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ SLC+2 എന്നുള്ള എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നുള്ളത് 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള എലിമെന്ററി എഡ്യൂക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞുള്ള ഹയർ സ്റ്റഡീസ് ഉണ്ട്. എലിമെന്ററി എഡ്യൂക്കേഷന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഹയർ എഡ്യൂക്കേഷന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഫണ്ടഡ് ബൈ ഗവൺമെന്റ് ഉണ്ട്, പുറത്തുള്ള ആളുകൾ ഫണ്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഇന്റർവ്യൂവിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പോകാം. അപ്പൊ ഞാൻ തൽക്കാലികം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് ഡൊമസ്റ്റിക് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. ഞാനിവിടെ ഒരു ഇൻകോർപ്പറേഷൻ ഡേറ്റ് ഇവിടെ കൊടുക്കുകയാണ്. എന്നാണോ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം അടുത്ത ചോദ്യം, ഡു യു ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? ഇൻകോർപ്പറേഷന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. നോ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ഓക്കെ, ആർ യു അപ്ലൈയിങ് ടു ക്രിയേറ്റ് ഓർ ജോയിൻ ടെക്സ്റ്റ് ഗ്രൂപ്പ്? നോ കൊടുത്ത് മുമ്പോട്ടേക്ക് പോകാം. നേരത്തെ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡാണ് കൊടുത്തിരുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ്. ആ പാർട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി ഇതിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം.
15 MB ആണ് മാക്സിമം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റിയത്. PDF വേർഡ് ഫോർമാറ്റോ ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ പാർട്ണർഷിപ്പ് ഡീഡ്, എന്റെ ബിസിനസിന്റെ പാർട്ണർഷിപ്പ് ഡീഡ് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തു. റൈറ്റ്, അപ്ലോഡ് ചെയ്ത സമയത്ത് ഇവിടെ വന്നു. അതിനുശേഷം ക്യാൻസൽ, സേവ് ആസ് ഡ്രാഫ്റ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നു. ഓക്കെ, കുറച്ച് സ്ലോ ആയിരിക്കും സൈറ്റിന്റെ എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ നമ്മൾ ഐഡന്റിറ്റി ഇൻഫർമേഷൻ നമ്മൾ അവിടെ കൊടുത്തു, ഐഡന്റിറ്റി ഇൻഫർമേഷൻ. ഇനി നമ്മൾ ട്രേഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ കിട്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെഡിങ് ഒക്കെ എഴുതി വെച്ചിട്ട് പിന്നീട് സെർച്ച് ചെയ്തോളെ. സമയത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് സ്പീഡൊക്കെ പോകും. നിങ്ങൾ അത് ആ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് എത്തില്ല. പരമാവധി ഞാൻ ഇങ്ങനെ പോകാം. ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ. ഡു യു ഹാവ് എ ട്രേഡ് ലൈസൻസ് ഇൻ ദ UAE? UAE നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഉണ്ട് അല്ലെ? ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഓൾറെഡി നേരത്തെ കൊടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. ഇനി മെയിൻ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്കാണോ, ലോജിസ്റ്റിക് സിറ്റി ആണോ, ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഖലീഫിയ ഇൻഡസ്ട്രിയൽ സോൺ. ഓക്കെ, ഏതായാലും എനിവേ ദുബായ് ചാമ്പർ ഓഫ് കൊമേഴ്സ് ഞാൻ സെലക്ട് ചെയ്യാണ്. നിങ്ങൾ നോക്കി നിങ്ങളുടെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ട്രേഡ് ലൈസൻസ് നമ്പർ അടിച്ചു കൊടുക്കാം. ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ലൈസൻസിന്റെ എക്സ്പയറി നിങ്ങളിവിടെ അടിച്ചു കൊടുക്കാം. മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് പിന്നീട് ഇത് റെഫറൻസിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോളൂ. ഓക്കെ, ലീഗൽ നെയിം ബിസിനസ്സോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഒരു അറബിക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ട്രേഡ് നെയിം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കാം. ഇനി ട്രേഡ് ലൈസൻസിന്റെ കോപ്പി ഇതിനകത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ PDF മറ്റുള്ള ഫോർമാറ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നു. ട്രേഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബിസിനസ് ആക്ടിവിറ്റി ഡീറ്റെയിൽസ് ആണ്. ബിസിനസ് ആക്ടിവിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടോ? ഇവിടെ ആഡ് ബിസിനസ് ആക്ടിവിറ്റീസ് എടുക്കാം. ആഡ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി ആണോ നമ്മൾ ആ ഒരു സംഭവം നോക്കാം. സോ ഞാൻ ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് കാര്യങ്ങളിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സർവീസ് ആക്ടിവിറ്റീസ് ആണ്. ഇത് ഏതാണ് ആക്ച്വലി നമ്മുടെ ബിസിനസിന്റെ നാച്ചർ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ റെഫർ ചെയ്യണേ. അഗ്രികൾച്ചറൽ, ഫോറസ്റ്റ് ഇൻഡസ്ട്രി, ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ. ഈ ഒരു മേഖലകളെല്ലാം തന്നെ ടാക്സിന്റെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ എന്താണ്, പബ്ലിക് ഇൻഫർമേഷൻ എന്താണ്, പബ്ലിക് ഹെൽത്ത് എന്താണ്, അവിടെ നടക്കുന്ന ടാക്സ് ആക്ടിവിറ്റീസ് എന്താണ്, ആർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ ഒരു മേഖലയാണ്, എന്റർടൈൻമെന്റ് മറ്റൊരു മേഖലയാണ്. ഇതിനകത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഇത് കൃത്യമായിട്ടും ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി കോഡ് കിട്ടത്തുള്ളൂ. ആക്ടിവിറ്റി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ GST സമാനമായിട്ടുള്ള. സാർ വൺ സെക്കൻഡ് ആയിട്ട് ഒരു ഡൗട്ട്. സാർ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ബിസിനസിന്റെ നാച്ചർ ഓഫ് ബിസിനസ് ഇല്ലേ, അത് ഓൾറെഡി നമ്മുടെ ബിസിനസ് സർട്ടിഫിക്കറ്റിൽ കാണിച്ചിട്ടുണ്ടാവില്ലേ? അത് വെച്ചിട്ടല്ലേ നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്? അതെ അതെ, കൃത്യമായിട്ട് അത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ എന്റെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതാണ് വെച്ച് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയില്
GST-യിലെ പ്രൊഡക്റ്റുകൾ SAC കോഡൊക്കെ ഇല്ലേ, SAC കോഡ് അതേപോലെ HSN കോഡൊക്കെ പോലെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഏരിയ. അതുകൊണ്ട് നമ്മൾ ഏത് കൈൻഡ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ. അപ്പോൾ മെയിൻ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, ഏത് ഗ്രൂപ്പാണ്. ഇവിടെ അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് കോഡ് ചേഞ്ച് ചെയ്ത് വരും കേട്ടോ. അപ്പോ ട്രാവൽ, ടൂർ ഏജൻസി, സർവീസ് മേഖല, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ. സബ് ഗ്രൂപ്പ് നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധനം സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ആകുമ്പോൾ ഈ കോഡ് ഉണ്ടോ, ഈ കോഡ് 8299. നമ്മൾ വേറെ കോഡ് എടുക്കുകയാണെങ്കിൽ 8291. ഇനി വേറെ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, കോഡും കാര്യങ്ങളും മാറും. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 7722 കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഇനി എന്റെ കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മളെ പ്രൈമറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, നമ്മളെ പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്, അതെന്ത് ചെയ്യാം, നമ്മളിവിടെ ആഡ് ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇനിയും ബിസിനസ് ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്തു കൊടുക്കാം. ഇനി പാർട്ട്ണർ ലിസ്റ്റ്, അതും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. ആഡ് പാർട്ട്ണർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണറുടെ ടൈപ്പ് ലീഗൽ ആണോ നാച്ചുറൽ പേഴ്സൺ ആണോ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അവരുടെ നെയിമും ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കാം. അവരുടെ ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് കൊടുക്കാം. 100% ആ ഒരു കാറ്റഗറി ഒക്കെ അത് നമ്മൾ പറയുന്നതാണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായി കൊടുക്കാം. ചിലത് കൊടുത്തിട്ടില്ലെങ്കിൽ മുമ്പോട്ടേ പോകത്തില്ല. ഓക്കെ, ഞാനത് പറയാം. ഇനി അടുത്തത് ലോക്കൽ ബ്രാഞ്ച് ഡീറ്റെയിൽസ്. ഡു യു ഹാവ് ബ്രാഞ്ച് ഇൻ UAE? UAE നിങ്ങൾക്ക് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം. ആ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇഷ്യൂ ഇല്ല. പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, ഡു യു ഹാവ് എനി ഓൺ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാം. നോ കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുമ്പോൾ ഈ ഒരു മെസ്സേജ്, ഇതിനു വേണ്ടി ഞാൻ നേരത്തെ അത് വിട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഫില്ല് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ബോക്സ്, ഈ ഒരു കാര്യം ഇവിടെ വരും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് മനസ്സിലാവും. പ്ലീസ് ആഡ് പാർട്ണർ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ എവിടെയോ മിസ്സിംഗ് ഉണ്ട് കേട്ടോ. പാർട്ണർ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴും മെസ്സേജ് വരും. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ലീഗൽ പേഴ്സൺ കൊടുത്തു. ഞാനിവിടെ എന്റെ പാർട്ണർ കൊടുക്കാണ്. ഓക്കെ, ഞാനിതിനെ ഓക്കെ അടിച്ചു പോവാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. One minute.
അങ്ങനെ ചെയ്തിട്ടൊന്ന് വിളിക്കാൻ പറയട്ടോ. ഇത് രാത്രി തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ എനിവേ, അപ്പൊ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, ട്രേഡ് ലൈസൻസ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൃത്യം ഫിൽ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് പോവാ. എന്തെങ്കിലും കംപ്ലീഷൻ നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടേ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എടുക്കാം. എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്താ പറഞ്ഞത്? 3,75,000 പിന്നെ 1,87,500 ഇതുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് നേരിട്ട് നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ടെംപ്ലേറ്റ്. ഈ ഡൗൺലോഡ് ടെംപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആയിട്ട് വരും. അതിൽ നമ്മൾ നമ്മുടെ ടാക്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ടാക്സബിൾ സപ്ലൈസ്, ഓക്കെ. അപ്പൊ എക്സൽ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മൾ എമൗണ്ട് അടിച്ചു കൊടുക്കാം. ഉദാഹരണം ഞാനൊരു 2,25,000 കൊടുക്കാൻ വിചാരിക്കും. 2,25,000 AED. ഇത് കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്തു എന്ന് വിചാരിക്കും. അത്ര ഒരു എമൗണ്ട് ഞാനിവിടെ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ കാണുന്നില്ല നിങ്ങൾക്ക്? എക്സൽ കാണുന്നുണ്ടോ? എക്സൽ കാണുന്നില്ല? എക്സൽ കാണുന്നില്ല? സോറി, നിങ്ങൾ കാണാത്ത ചോദിക്കണേ, ഞാൻ പറയുമ്പോ സ്ക്രീനിലല്ല എങ്കിലേ. ഓക്കെ, എനിവേ, ഇതാണ് എക്സലിന്റെ ഷീറ്റ്. ഈ എക്സലിന്റെ ഷീറ്റിനകത്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഓരോ മന്ത് വൈസ് ഉള്ള എമൗണ്ട് നമുക്ക് കൊടുക്കാം. കുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. 2,25,000 ഞാൻ ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കും. ഇവിടെ കൊടുത്തിട്ട് എനിക്ക് ഞാനിവിടെ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു. ഡൗൺലോഡ്സിൽ സംഭവം കിടക്കുന്നുണ്ടോ? എന്നിട്ട് ഞാൻ നേരെ എടുത്തിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ സൈറ്റിലെ അകത്തേക്ക് ഇതിനെ അപ്ലോഡ് ചെയ്യാം. ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരിട്ട് ഇവിടെ തന്നെ ഡാറ്റ കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അങ്ങനെ കാണിച്ചെന്ന് മാത്രം. നമുക്ക് അത് എന്താണെന്നുള്ളൊരു ഡൗട്ട് വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ഇവിടെ അപ്ലോഡ് ഫയൽ ടെംപ്ലേറ്റ് നമ്മളെടുത്ത് ഈ ഫയൽ ടെംപ്ലേറ്റ് ആണോ നേരത്തെ കൊടുത്ത് ടാക്സബിൾ സപ്ലൈസ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഓവർ റൈറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ആ കൊടുത്ത ഡാറ്റ ഇവിടേക്ക് വരും. കണ്ടോ? 2,25,000. ഇനി ഇതല്ല, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എമൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എമൗണ്ട് നേരിട്ട് ഇവിടെ നേരിട്ട് കൊടുക്കുകയും ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ടാക്സബിൾ സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ്. മന്ത്ലി വൈസ് ഓരോ മാസത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഇല്ല എങ്കിൽ എന്ന് മുതലാണ് നമ്മുടെ കയ്യിലുള്ള ആ ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്ത് പോയാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ താഴത്ത് കാണാം ടാക്സബിൾ എക്സ്പെൻസ്. ടാക്സബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസം നമുക്ക് ഇൻപുട്ട് എലിജിബിൾ ആയിട്ടുള്ള ടാക്സബിൾ എക്സ്പെൻസ് ഇല്ലേ, അത് ഇതേപോലെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയത് പോലൊരു ഫോർമാറ്റ് ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ അടിച്ചു കൊടുക്കും. ഇനി ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ കാണാം, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ഇത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാം. കിട്ടിയോ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കാണാൻ വയ്യ സർ. കാണാൻ കഴിയുന്നില്ല. ഞാൻ ഓരോരുത്തരെടുത്ത് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിൽ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ഞാൻ ഈ ഫോണൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ രസകരമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ നോക്കുമ്പോൾ വീഡിയോ ഇല്ലാതെ റിമൂവ് ചെയ്യും. ഓക്കെ സാർ, അതിലൊരു ഡൗട്ട്. ടാക്സബിൾ എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്ലിയർ ചെയ്ത് പോകുന്ന ടാക്സിനാണ്? ടാക്സബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോ. അത് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അത് ഏത് എക്സ്പെൻസ് ആണ് ടാക്സബിൾ എക്സ്പെൻസ് പറഞ്ഞു വരുന്നത്? ടാക്സബിൾ എക്സ്പെൻസ് ഏതൊക്കെ വരിക? റിക്കവറബിൾ ടാക്സ് ഏതൊക്കെ വരിക? UAE റിക്കവറബിൾ ടാക്സ് ഏതാ? UAE റിക്കവറബിൾ ടാക്സ് എന്ന് പറഞ്ഞാല് വിത്ത് ഹോൾഡിംഗ് ടാക്സ് വരുന്നില്ലേ? എക്സ്പെൻസ് വിത്ത് ഹോൾഡിംഗ് ടാക്സ് എക്സ്പെൻസ് അങ്ങനെ പറഞ്ഞാല്
എന്നുവെച്ചാൽ അത് നമ്മളിപ്പോ പുറത്തുനിന്ന് വല്ല സർവീസ് വേറെ രാജ്യത്ത് നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ 10% ഇവിടെ വാറ്റ് കൊടുക്കണ്ടേ? എന്തൊക്കെ ടാക്സ് നമുക്ക് എലിജിബിൾ ആണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? UAE എന്തൊക്കെ സംഭവത്തിന് നമുക്ക് ഇവിടുത്തെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് അവിടെ റിക്കവറബിൾ ടാക്സ് എന്ന് വിചാരിച്ചോളെ, കുറച്ച് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. ഇൻപുട്ടിൽ ഏതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? എലിജിബിൾ ഏതൊക്കെയാ അറിയോ? ഫ്രീ സോൺ കിട്ടൂലേ? ഫ്രീ സോണില് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഫ്രീ സോണിൽ ഒരു സാധനം, ദാറ്റ് മീൻസ് ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് മെയിൻലാൻഡിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ടാക്സ് ഉണ്ടോ ഇല്ലേ? ഒന്നുകൂടി ചോദിക്കാം, ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ ട്രീറ്റ്മെന്റ് ടാക്സ് ഉണ്ടാവോ? ഇല്ല. ഡ്യൂട്ടി ഉണ്ടാവില്ല. ടാക്സ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ നിന്ന് ഒരു സാധു ഒരു പ്രൊഡക്റ്റ് UAE ഇമ്പോർട്ട് ചെയ്തു, ടാക്സ്. ഉദാഹരണം, അനൂപ് ക UAE ഒരാളാണ്, ദുബായിലുള്ള ഒരാളാണ്, ദുബായിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം അനൂപ് കാക്ക് അയച്ചു തരാണ്, ഇമ്പോർട്ടിങ്. അതിന് ടാക്സ് ഉണ്ടോ ഇല്ലേ? ഡ്യൂട്ടി ഉണ്ട്. ടാക്സ് വാറ്റ് ഇല്ല? എത്ര? 5%. എങ്ങനെ അടക്കാം? ആരടക്കാം? വാറ്റ് എപ്പോഴും ആപ്ലിക്കബിൾ ആവാ? നിങ്ങളെ പഴയ സെഷൻ എല്ലാവരും കാണണേ. വാറ്റ് എപ്പോഴും ആപ്ലിക്കബിൾ ആവാ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവട്ടോ. വാറ്റ് എപ്പോഴാണ് ആപ്ലിക്കബിൾ? സെയിൽ നടക്കുമ്പോഴാണല്ലോ സപ്ലൈ ഉള്ളപ്പോഴുള്ള വാറ്റ് ആപ്ലിക്കബിൾ ആവുന്നു. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു കൺസിഡറേഷന്റെ പുറത്ത് ഗുഡ്സോ സർവീസോ നമ്മള് ഒരു ഇവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിനാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോ സപ്ലൈ ആണോ നടക്കുന്നത്? ഇമ്പോർട്ട് ചെയ്യുമ്പോ പർച്ചേസ്. അപ്പൊ ടാക്സ് വരുമോ? നല്ല കഥ ഉണ്ട് കേട്ടാ, നല്ല കഥ ഉണ്ട്. സാധനങ്ങളൊക്കെ മൊത്തം റിവേഴ്സ് ചാർജ് മെക്കാനിസം RCM അപ്ലിക്കബിൾ ആയിട്ട് വരും. റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആയിട്ട് വരും. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോണേ. അതൊക്കെ ചെറിയ ബേസിക് സാധനങ്ങളാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് എന്തൊക്കെയോ ചെറിയ പിഴവുകൾ വന്നിട്ട് ക്ലിയർ ആക്കാം. അതായത് റിസീവർ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് സെയിം ആസ് GST. GSTയിൽ എന്താ നടത്തുക? GSTയിൽ നോർമൽ ടാക്സ് എന്താ? ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്താ? എന്തിന്റെയോ റിവേഴ്സ് ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ UAE നോർമലി ഞാനൊരു സാധനം അനൂപ്കാക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അത് നോർമൽ അനൂപ്കയുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്നു, ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് സപ്ലൈയർ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നതിനെയാണ് നമ്മൾ ഫോർവേഡിങ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റ്, സ്വീകരിക്കുന്ന ആള് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത് സെറ്റ് ആയില്ലേ? അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്നൊരു സാധനം UAE വരികയാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? ആ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇതേപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് ഒരാള് UAE മെയിൻലാൻഡിലേക്ക് ഒരാൾ സാധനം കൊണ്ടുവരികയാണെങ്കിലും അവിടെയും അപ്ലിക്കബിൾ ആവും എന്ത്? റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആവും. ക്ലിയർ ആയില്ലേ? ഇനി ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സോണിലേക്ക് ഒരാൾ ഒരു സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഉണ്ടാവും. ഹലോ, 0%. ശ്രദ്ധിക്കണേ, ഇന്ന് പോയിന്റുകളൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചോളേ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സോണിലേക്ക് ഒരു സാധനം തന്നെ മനസ്സിലാക്കണേ, ഗുഡ്സ് തന്നെ മനസ്സിലാക്കണേ. സർവീസിന്റെ കേസ് വേറെയാണ്. ഗുഡ്സ് DZ to DZ, ഡെസിഗ്നേറ്റഡ് സോൺ ടു ഡെസിഗ്നേറ്റഡ് സോൺ, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ കണ്ടീഷൻ നോക്കണം. അയാൾ ഫൈനൽ കസ്റ്റമർ ആണോ, ദാറ്റ് മീൻസ് എൻഡ് കസ്റ്റമർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എൻഡ് കസ്റ്റമർ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെയാണ്, എൻഡ് കസ്റ്റമർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ദാറ്റ് മീൻസ് B2B കസ്റ്റമർക്കുള്ള ട്രീറ്റ്മെന്റ് അല്ല എൻഡ് കസ്റ്റമർക്കുള്ളത്. തിരിയുന്നില്ലേ?
ആകെ കൺഫ്യൂഷൻ ആയോ? ചക്കക്കൂട്ടാനായോ? മൊത്തത്തിൽ കൊളായോ? പോയോ? ഉള്ളത് കംപ്ലീറ്റ് പോയി. അബ്രാങ്ക കംപ്ലീറ്റ് കൊളായോ? എൻഡ് കസ്റ്റമർ മീൻസ് ഉദാഹരണം, എൻഡ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു കൺസൾട്ടന്റാ UAE-ൽ. എനിക്ക് എന്താ പറയാ, ജബൽ അലിയില് ഒരു കമ്പനി ഉണ്ട്. കമ്പനിയുടെ കൺസൾട്ടിങ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. കൺസൾട്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു ജബൽ അലിയിൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വിചാരിച്ചോളൂ, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാനൊരു പെപ്സി എടുത്ത് കുടിച്ചു. ടാക്സ് ഉണ്ടാവോ ഇല്ലേ? തീർച്ചയായിട്ടും ടാക്സ് ഉണ്ടാവും. ഫ്രീ സോൺ, ഡെസിഗ്നേറ്റഡ് സോണിൽ ടാക്സ് ഉണ്ടാവും. ഡെസിഗ്നേറ്റഡ് സോണുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്? ഔട്ട്സൈഡ് ദ കൺട്രി അല്ലേ? എക്സ്പോർട്ട് അപ്പൊ ഞാൻ അവിടെ പോകുന്നു, ഞാൻ എന്റെ വർക്കിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് ഒരു പെപ്സി കുടിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഭക്ഷണം കഴിച്ച് വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ടാക്സ് എത്ര വരും? ടാക്സ് എത്ര വരൂല. എന്തൊക്കെയാ വരാം? പഴയ സെഷൻ കംപ്ലീറ്റ് നിർബന്ധമായിട്ട് കാണട്ടാ. ഒപ്പിച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ സോണും ഡിഫറെന്റ് ആ, എല്ലാം ഡിഫറെന്റ്. ചില ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്കാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. എൻഡ് കസ്റ്റമർ ലാസ്റ്റ് കസ്റ്റമർ ആണെങ്കിൽ അയാൾ ടാക്സ് അടക്കണം, ടാക്സ് ലാബിലിറ്റി വരും. ഈവൻ ഡെസിഗ്നേറ്റഡ് സോണിലാണ് പരിപാടി എങ്കിലും അത് വരും. ഇനി എന്റെ ബിസിനസ്, ഞാൻ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ബിസിനസ് ആണ് ഇത് പർച്ചേസ് ചെയ്തത് എങ്കിൽ, പെപ്സി തന്നെ സെയിം പെപ്സി B2B സെയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ടാക്സ് ഉണ്ടാവില്ല. ശ്രദ്ധിക്കണേ. എന്നിട്ട് ആ B2B കസ്റ്റമർ ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ടി വരുന്നപ്പം എനിക്ക് ഈ പെപ്സി തന്നു, ടാക്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒന്നുകൂടെ പറയണം. ആരൊക്കെ ഇത് മനസ്സിലായവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. ഒരാള് എല്ലാരും, ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായെന്ന് പറഞ്ഞു. ഇത് ആരാണോ ആ സർവീസ് എൻഡ് കസ്റ്റമർ വരുന്നത്, ആരാണോ അത് ഉപയോഗിക്കുന്നത്, അയാൾ അത് ടാക്സ് പേ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയി? ആർക്കാ കൺഫ്യൂഷൻ വന്നേ? ആ കൺഫ്യൂഷൻ വന്നു ചോദിച്ചാൽ ക്ലിയർ ആക്കി പോയി. സാറേ റിവേഴ്സ് ചാർജിന്റെ എന്നോടൊന്ന് പറയാം സാറേ, ഒരു ചെറിയ ഡൗട്ട് കയറി. റിവേഴ്സ് ചാർജ് സാറേ ഒരു ഡൗട്ട്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് UAE-ലോട്ട് എക്സ്പോർട്ട് ചെയ്യാണെങ്കിൽ നമ്മൾ എന്തായാലും ഡ്യൂട്ടി കൊടുക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണമല്ലോ. ഓക്കെ, ഡ്യൂട്ടി കൊടുക്കാതെ ഈ എന്റെ ഇപ്പം സാർ പറഞ്ഞ പോലെ അനൂപ് ഡ്യൂട്ടി കൊടുത്തു കൂടാതെ പുള്ളിക്കാരന് വാറ്റ് അടയ്ക്കണമെന്നാണ് സാർ പറയുന്നത്. അപ്പൊ അവിടെ ഡബിൾ ടാക്സേഷൻ നടക്കുമല്ലേ അവിടെ? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഡബിൾ നടക്കും, എല്ലായിടത്തും നടക്കും ഡബിൾ. ഇന്ത്യയിൽ നടക്കണില്ലേ? ഓ ശരി ശരി ശരി. എക്സ്പോർട്ടിന് എന്തിനാ റെസിസ്റ്റ് ചെയ്യുന്നത് അനൂപ്? എക്സ്പോർട്ടിന് എന്തിനാ റെസിസ്റ്റ് ചെയ്യുന്നത്? എക്സ്പോർട്ടിന് എന്തിനാ? എക്സ്പോർട്ടിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കും, ഇമ്പോർട്ടിന് എല്ലാവരും റെസിസ്റ്റ് ചെയ്യും. എന്തിനാ? ബിസിനസ് ആ രാജ്യത്തെ എക്കോണമി വളരെ ബൂം ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെയാണോ? എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ GST-ന്റെ സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇതേപോലെ എല്ലാ ആഴ്ചകളും ഓരോ സെഷൻ ഉണ്ടാവും കേട്ടോ. ഇതേപോലെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ. അതുപോലെ അക്കൗണ്ട്സിന്റെ ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടും. നിലവിൽ നിങ്ങൾ പഠിച്ച അക്കൗണ്ട്സിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സുകളും. എനിക്ക് ഫുള്ളി ഇങ്ങനെയുള്ള ബിസിനസ്സുകളുടെ കൺസൾട്ടിങ് അക്കൗണ്ട്സ് വർക്കുകളാണ് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അക്കൗണ്ട് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അക്കൗണ്ട് സെഷൻ ആർക്കൊക്കെ അക്കൗണ്ട് സെഷൻ വേണം? നിലവിൽ പുതിയ ആളുകൾക്ക് ആർക്കൊക്കെ അക്കൗണ്ട് സെഷൻ അറ്റൻഡ് ചെയ്യണം? ലൈവ് സെഷൻ ഉണ്ടാവും, റെക്കോർഡിംഗ് ഉണ്ടാവും. പക്ഷെ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം. എത്ര ആളുകൾക്ക് വേണം? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. ആർക്കൊക്കെ വേണമെന്നുള്ള ചാറ്റ് ബോക്സിൽ ഇട്ടെ നോക്കട്ടെ. അക്കൗണ്ട് സെഷൻ 1 നോട്ട് ഫോർ എവരി വൺ. എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ഇതിന് സീരിയസ് ആയിട്ട് ഈ ഒരു മേഖലയിൽ കൺസൾട്ടിങ് വർക്കോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ്. രസത്തിന് അവിടെ വരണ്ട. അപ്പൊ ടാസ്ക് ഉണ്ടാവും. ടാസ്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ വീഡിയോ കാണാൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതി പോകേണ്ടി ഒക്കെ വരും. അതിന്റെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ജോലിക്ക് നമ്മൾ വെക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മളിടുന്ന് പോകും പല ആളുകൾക്ക് ജോലിക്കൊക്കെ വേണ്ടിയിട്ട്. ജോലിക്ക് പോകുമ്പോൾ കയ്യും വീശി വന്നാൽ ജോലി കിട്ടൂല. ചോദിക്കും, ജോലിക്ക് ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഇമെയിൽ ID ചോദിക്കുക. അല്ല അനൂപ്, അങ്ങനല്ലേ നമ്മളെ പരിപാടി?
ഇമെയിൽ ഐ ഡി എന്നിട്ട് നിങ്ങൾ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യും. വെറുതെ ഓടിക്കയറി കൊണ്ടുപോയില്ല. കാരണം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പേരുദോഷം വരും. അങ്ങനെ ഇങ്ങനെ കേറ്റൂല. അപ്പൊ ആർക്കൊക്കെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞോളെ. ആ ലിങ്ക് ആർക്കൊക്കെ കൊടുക്കാൻ വയ്യ? അതിനകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? അനുക്ക അക്കൗണ്ട് ഗ്രൂപ്പ് കുറച്ച് ആളുകൾ ചവിട്ടി പുറത്താക്കാനുണ്ടല്ലോ. ആരാ കൊട്ടേഷൻ എടുക്കുക? എടുത്തണ്ട. ഓക്കെ, അപ്പൊ എനിവേ നോക്കേ, ഇതുകൂടി പറയാം. RC റിവേഴ്സ് ചാർജിന്റെ കേസ് ഒന്ന് പറയാം. ഇമ്പോർട്ടിങ്ങിന് എപ്പോഴും എല്ലാ രാജ്യങ്ങളും തടുക്കും. കാരണം അത് രാജ്യത്തിന് അപകടമാണ്. രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾ അവിടെ കിടക്കുകയും വിദേശത്തുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. രാജ്യത്തിന് അത് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടിങ്ങിന് എപ്പോഴും റെസിസ്റ്റൻസ് വരും. എക്സ്പോർട്ടിങ്ങിന് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം വിദേശ നാണ്യം ഓരോ രാജ്യത്തിന് കിട്ടുമ്പോഴും ആ രാജ്യം ഡെവലപ്പ് ആയിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ രീതിയിലാണ് വരും. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. ഇതാണ് സാധാരണ രീതിയിൽ നോർമലി നടക്കുന്ന ട്രാൻസാക്ഷൻ. നോർമലി നടക്കുന്നത് ആരാണ് ആ സ്ക്രീനിൽ വരക്കുന്നത്? പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സാദിഖ്, നിങ്ങൾ സ്ക്രീനിൽ വരക്കല്ലേ കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പൊ ശരി. ലബിന് ആരൊക്കെയാ വരക്കുന്നത്? ഓക്കെ, ഇന്ന് നോക്കെ നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ ഇന്ത്യ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്? ഇന്ത്യ ഇങ്ങോട്ടേക്ക് വരുന്നു. അല്ലെങ്കിൽ ഇത് വരക്കാതെ പറഞ്ഞുതരാം. ഉദാഹരണം, ഞാനിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഇന്ത്യയിൽ ഒരു കേസ് എടുത്തോളി. ഞാന് അബ്രാം ഏട്ടന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 10,000 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്തു. 10,000 റുപ്പീസിന്റെ സാധനം പർച്ചേസ് ചെയ്തു. സ്വാഭാവികമായിട്ടും 10,000 പ്ലസ് ടാക്സ് എമൗണ്ട് ആണ് ഞാൻ ആർക്കാ കൊടുക്കണ്ടേ? ഗവൺമെന്റ് കൊടുക്കുക ചെയ്യാം. നിങ്ങളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 10,000 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 10,000 രൂപ അവിടെ കൊടുക്കും. ബാക്കി ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ ടാക്സ് അടക്കുക ചെയ്യാം. അല്ല, അത് വിൽക്കുന്നവരെ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾ ആ പൈസ നമ്മള് 10,000 കൂടാതെ അതിന്റെ ടാക്സ് വാറ്റ് അല്ലെങ്കിൽ ടാക്സ് ആണെങ്കിൽ അതോട് ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകാരൻ ടാക്സ് വാങ്ങിക്കും, മേടിക്കും. സൂപ്പർ മാർക്കറ്റുകാരന് കൊടുക്കും. ദാറ്റ് മീൻസ് ആ ഒരു ബിസിനസ്സിന് കൊടുക്കും. അയാൾ ഈ ടാക്സ് എമൗണ്ട് എന്താ ചെയ്യുന്നത്? ടാക്സ് എമൗണ്ട് അയാൾ പർച്ചേസ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യും? എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കും. ഇനി അയാളും വേറെ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ലേ? അയാൾക്ക് കൊടുക്കുന്ന സാധനം കിട്ടുന്നത് അയാൾക്ക് വേറെ ഡിസ്ട്രിബ്യൂട്ടറോ സപ്ലയറോ ഉണ്ടോ? തീർച്ചയായിട്ടും അല്ലേ? അവര് ഇപ്പൊ ഇവര് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് എമൗണ്ട് ആർക്കാ കൊടുക്കുന്നത്? സപ്ലയർ കൊടുക്കും. അയാളുടെ സപ്ലയർ കൊടുക്കും. അയാൾ വാങ്ങുന്നത് അവിടെ നിന്ന് കൊടുക്കും, അതിന് മുകളിൽ കൊടുക്കും. അങ്ങനെ കൊടുക്കും. ഫോർവേഡിംഗ് ചാർജ് മെക്കാനിസം എന്നാണ് ഇതിന് പറയാം. ഫോർവേഡിംഗ് ചാർജ് മെക്കാനിസം. ഫോർവേഡിംഗ്, അതായത് ഞാൻ എന്റെ ടാക്സ് അബ്രാമിന് കൊടുക്കുന്നു, അബ്രാം ടാക്സ് അനൂപ്ക കൊടുക്കുന്നു, അനൂപ്ക നബീനെ കൊടുക്കുന്നു, നബീന ജാഫറിന് കൊടുക്കുന്നു, ജാഫർ അനൂപ്. ഇങ്ങനെ ഫോർവേഡിംഗ് മെക്കാനിസം വഴിയാണ് ഇൻഡയറക്ട് ടാക്സിലെ ഈ ടാക്സ്, വാറ്റ്, GST എല്ലാം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് ഫോർവേഡ് ചാർജ് കിട്ടിയില്ലേ? ഇനി ഇതിന് നേരെ റിവേഴ്സ് ഒന്ന് ആലോചിച്ച്. നിങ്ങൾ എന്റെ കടയിൽ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരികയാണ്. നേരത്തെ നടന്നതിന്റെ റിവേഴ്സ്, അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതായത് നിങ്ങൾ എന്റെ കടയിൽ വന്ന് സാധനം പർച്ചേസ് ചെയ്യണം. എനിക്കാണെങ്കിൽ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല, TR ഇല്ല, GST നമ്പർ ഇല്ല. നിങ്ങൾക്കാണെങ്കിൽ എന്തുണ്ട്? ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ടാക്സ് ബില്ലും വേണം, ടാക്സിന്റെ കാര്യങ്ങളും വേണം. നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഇല്ലാതാകുമ്പോ എന്റെ മുമ്പിൽ അറിയാം, അയ്യോ എനിക്ക് 3,75,000 ത്രഷോൾഡ് ഞാൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ 1,87,500 ത്രഷോൾഡ് എത്തിയില്ല, GST-യിലാണെങ്കിൽ 40 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഇല്ല, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ 20 lakhs ടേൺ ഓവർ ഇല്ല, ടാക്സ് അതൊന്നും പറ്റൂല അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ തന്നെ സെൽഫ് ഇൻവോയ്സ് അടിച്ചിട്ട് ഗവൺമെന്റിലേക്ക് നിങ്ങൾ തന്നെ ടാക്സ് അടക്കും. ദാറ്റ് മീൻസ് റിസീവർ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതേപോലെ ഇന്ത്യക്ക് പുറത്ത് അല്ലെ UAE-ക്ക് പുറത്തുള്ള ഒരു രാജ്യത്തുനിന്ന് മ്യൂട്ട് ചെയ്യണേ. UAE-ക്ക് പുറത്തുള്ള ഒരു രാജ്യത്തുനിന്ന്
എന്ത് ചെയ്യണം? വേറൊരാള് UAE വരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഒരു സാധനം കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കും. ആ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് പുറത്തുള്ള രാജ്യത്തിന്റെ അടുത്തുനിന്ന് ടാക്സ് വാങ്ങാൻ ഗവൺമെന്റിന് കഴിയുമോ? അവരെന്തോ ഓപ്ഷൻ ഉള്ളൂ. ആ രാജ്യത്ത് മെയിൻലാൻഡിൽ നിൽക്കുന്ന ഒരാളാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓന്റെ അടുത്ത് എന്ത് ചെയ്യും? റിവേഴ്സ് ചാർജ് വാങ്ങിയാണ്. കറക്റ്റ് അല്ലേ? ഇനി പോയിന്റ് കൺഫ്യൂഷൻ സെറ്റ് അല്ലേ? ഇതേപോലെ തന്നെ UAE പുറത്തുള്ള ഒരു രാജ്യമായിട്ടാണ് ഡെസിഗ്നേറ്റഡ് സോണുകളെയും ഫ്രീ സോണുകളെയും രാജ്യം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് സോൺ ടു മെയിൻലാൻഡിലേക്ക് ഒരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള രാജ്യത്ത് ഫ്രീ സോണിന്റെ അടുത്ത് നിന്ന് ഗവൺമെന്റ് ടാക്സ് ഈടാക്കാൻ പറ്റില്ല. അപ്പൊ എന്തേ വഴിയുള്ളൂ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇനി ഡെസിഗ്നേറ്റഡ് സോൺ ടു ഡെസിഗ്നേറ്റഡ് സോൺ, അത് രണ്ടും UAE സംബന്ധിച്ചിടത്തോളം രണ്ടും പുറത്ത് നടക്കുന്ന രാജ്യത്തുള്ള ട്രാൻസാക്ഷൻ. പക്ഷെ ഇവരെ വാറ്റ് ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കണമെന്നുണ്ട്. എന്നാൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്നാൽ ഇവരുടെ പേരിൽ ഒരു ബേർഡൻ ആവുകയും ചെയ്തത്. കാരണം ഇവരുടെ ഫ്രീ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പിന്നെ അവിടുത്തെ ടാക്സ് വാങ്ങാൻ പാടില്ലല്ലോ. പക്ഷെ അവർ കണ്ടീഷൻ പറയുന്നുണ്ട്. ഡെസിഗ്നേറ്റഡ് ഉള്ള സ്ട്രിക്ട് റൂളാണ്. അവിടെ മനുഷ്യന്മാരുടെ എൻട്രി പോലും സ്ട്രിക്റ്റഡ് ആണ്. ആരൊക്കെ പോകുന്നു, എന്തൊക്കെ പോകുന്നു, ഏതൊക്കെ സാധനങ്ങൾ എടുക്കുന്നു, എവിടേക്ക് പോകുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഉദാഹരണം, ഒരു ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് മറ്റൊരു ഡെസിഗ്നേറ്റഡ് സോണിലേക്ക് ഒരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കസ്റ്റംസ് ക്ലിയർ ചെയ്യും. അതായത് ഒരു 100 പ്രൊഡക്റ്റ് എന്തൊരു സാധനം 100 എണ്ണമാണ് ഈ ഒരു ഡെസിഗ്നേറ്റഡ് സോണിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഡെസിഗ്നേറ്റഡ് സോണിന്റെ എൻട്രൻസിൽ 100 എണ്ണം കയറിയിരിക്കണം. അതിനിടയിലുള്ള പരിപാടി കച്ചവടം പറ്റൂല എന്നർത്ഥം. തിരിഞ്ഞാ? ഇത്രയും സ്ട്രിക്ട് റൂളിന്റെ അകത്താണ് ഈ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇതാണ് ഡെസിഗ്നേറ്റഡ് സോണിന്റെ സ്ട്രിക്ട്നെസ്. അവിടെ സാധനങ്ങളുടെ എൻട്രൻസ് കസ്റ്റംസിന്റെ പരിധിയിലാണ്, മനുഷ്യന്മാരുടെ എൻട്രൻസ് കസ്റ്റംസിന്റെ പരിധി, എല്ലാം കസ്റ്റംസിന്റെ പരിധിയിലാണ്. ഇനി ഈ ഒരു ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു എൻഡ് കസ്റ്റമർക്ക്, ഒരു ഫൈനൽ കസ്റ്റമർക്കാണ് ഈ സാധനം പോകുന്നത് എങ്കിൽ അവിടെ ടാക്സബിൾ ആണ്, അവിടെ ടാക്സ് ലാബിലിറ്റി വരും. ഇനി അതല്ല B2B സെയിലാണ് വരുന്നെങ്കിൽ ടാക്സ് ലാബിലിറ്റി വരില്ല. ഇനി മറ്റൊരു സിനാരിയോ എടുക്കാം. മെയിൻലാൻഡിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സോണിലേക്ക് അങ്ങനെ വരാനോ? മെയിൻലാൻഡിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സോണിലേക്ക് ഒരു സംഭവം വരികയാണെങ്കിൽ എന്താ സംഭവിക്കാം? മെയിൻലാൻഡിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സോണിലേക്ക്, അതായത് രാജ്യത്തിന്റെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്. ഡ്യൂട്ടി അടയ്ക്കണം. ടാക്സ് ഉണ്ടാവോ? ഇല്ലേ? എക്സ്പോർട്ടിങ് ടാക്സബിൾ ആണോ അല്ലേ? നിൽ റേറ്റഡ് ആണോ? എക്സെപ്റ്റഡ് ആണോ? സീറോ ആണോ? സ്റ്റാൻഡേർഡ് സപ്ലൈ ആണോ? നിങ്ങളെല്ലാവരും കഴിഞ്ഞ 2-3 സെഷൻ നിർബന്ധമായിട്ട് കണ്ടു. ഇതൊന്നും അല്ല കേട്ടോ, നിങ്ങളെ ഞാൻ വെറുതെ ഇങ്ങനെ പറയാന്ന് വിചാരിക്കരുത്. പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഇത്ര ആളുകൾക്ക്, കുറെ ആളുകളെ പുറത്താക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ അറിയേണ്ട ഒരു കാര്യമായിരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്? ഒന്ന് മൈക്ക് എല്ലാവരും തീർച്ചയായിട്ടും അറിയണം. ഇതെന്തായാലും ഈ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചാൽ എന്താ കഥ? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കി. എന്നോടൊന്നും ചോദിക്കും വേണ്ട, പറയും വേണ്ട, തന്നെയല്ലേ? അപ്പൊ പഠനം നടത്താം. ഞാൻ പല ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെ പല ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്വാളിറ്റി ഇല്ലട്ടോ, ഇവിടെ നിന്നും ക്വാളിറ്റി ഉള്ള സാധനം വരുന്നില്ല. നിങ്ങളുടെ പ്രശ്നമല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഇങ്ങനെ ഇതാക്കി കൊണ്ടു നടക്കണ്ട, പരിഹരിക്കും. അപ്പൊ ഇതിന് കൂടെ കുറച്ച് കൂടി പറയാം. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് കൂടി ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയാൻ പറ്റുന്നതോളം പറയാം. ഓക്കെ, അപ്പോ ഇത് കുറച്ചു നേരം ഈ ഒരു മെസ്സേജ് വരും കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സംഭവം വരും. കീപ് മീ സൈൻഡ് ഇൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും ലോഗോട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതിന് കണ്ടിന്യൂഷൻ ആവശ്യമുണ്ടോ? കണ്ടിന്യൂഷൻ ആവശ്യമുണ്ടോ? ഈ കണ്ടിന്യൂഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടിന്യൂഷൻ ഇതിന്റെ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ മുമ്പത്തെ സെഷൻ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ഞാൻ പറഞ്ഞ സാധനം വീണ്ടും അതിലേക്ക് കയറി പോകും. കാരണം അത് കണക്ട് ആവാതെ ഇത് പറയാൻ കഴിയും. അപ്പൊ അതിന്റെ മുമ്പത്തെ സാധനങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ട് തീർക്കണം. അതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് പൂർത്തിയാവില്ല എന്ന് അതൊക്കെ മുന്നേ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ബട്ട് കേൾക്കുമ്പോ കൺഫ്യൂഷൻ ആവും. എന്താ കൺഫ്യൂഷൻ ആവുന്നേ? ഞാൻ കൺഫ്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.